الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول صدق الله العظيم. സൂറത്തുൽ ഫീലാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് ഈ സൂറത്തിന്റെ ആശയം പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നതൊരു പ്രത്യേകതയാണ്. അതിലെ സംഭവം എന്താണെന്നും ഉള്ളടക്കം എന്താണെന്നും പൊതുവെ അറിയാറുണ്ട്. ഏതായിരുന്നാലും സൂറത്തിലെ ആശയം വിശദീകരിക്കട്ടെ. ഫീല് എന്ന വാക്കിന്റെ അർത്ഥം ആന എന്നാണെന്നും അറിയാം. ഈ അധ്യായത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന പേര് ആന എന്നാണ്. പക്ഷെ പേര് ആന എന്നാണെങ്കിലും വളരെ വലിയ ഒരു ചരിത്ര സംഭവം, വളരെ ചുരുങ്ങിയ വെറും 5 ആയത്തുകളിൽ 5 വാചകങ്ങളിൽ ഒരു വലിയ ആശയം, ഒരു വലിയ ചരിത്ര സംഭവം ഉൾക്കൊള്ളിക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പുള്ള സന്ദർഭങ്ങളിൽ ഇറങ്ങിയ, മക്കയിൽ വെച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ സൂറത്തുകൾപ്പെട്ട ഒരു സൂറത്താണ് ഇത് തന്നെ. ആശയം എന്താ നോക്കാം. അതാ തുടങ്ങുന്നു. അലം തറ, നീ കണ്ടില്ലയോ, കൈഫ ഫഅല, എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്, റബ്ബുക, നിന്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരോട് നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലയോ. അലം യജൽ, അള്ളാഹു ആക്കിയില്ലയോ, കൈദഹും, അവരുടെ സൂത്രം തന്ത്രം, ഫീ തദ്ലീൽ, പിഴവാക്കിയില്ലയോ, വെറുതെ ആക്കിയില്ലയോ. വാർസല, അള്ളാഹു അയച്ചു, അലൈഹിം, അവർക്ക് നേരെ, ത്വയ്റൻ, പക്ഷികളെ, അബാബീല, കൂട്ടം കൂട്ടമായി, തെർമീഹിം, ആ പക്ഷികൾ അവരെ എറിഞ്ഞിരുന്നു, ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജിൽ, ചുട്ടുപഴിപ്പിച്ച, അങ്ങനെ ജാലഹും, അള്ളാഹു അവരെ ആക്കി തീർത്തു, കാസ്ഫിൻ, വൈക്കോൽ തുരുമ്പുകളാക്കി തീർത്തു, മഅ്കൂലിൻ, തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പുകളെ പോലെ ആക്കി തീർക്കുകയും ചെയ്തു. നേർക്ക് നേരെ മലയാളം എങ്ങനെ പറഞ്ഞാല്, ആ ആനക്കാരെ നിന്റെ രക്ഷിതാവ് എന്താന്ന് ചെയ്തത് നീ കണ്ടില്ലേ. അവരുടെ സൂത്രങ്ങളൊക്കെ അള്ളാഹു വെറുതെയാക്കിയില്ലേ. അവർക്ക് നേരെ അവൻ കൂട്ടം കൂട്ടമായി പക്ഷികളെ അയക്കുകയും ആ പക്ഷികളെ ചുട്ടുപഴുത്ത കല്ലുകൾ അവർക്ക് നേരെ എറിയുകയും ചെയ്തുവല്ലോ. അങ്ങനെ അവസാനം ആ ആനക്കാര് തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പുകൾ പോലെ ആയിത്തീരുകയും ചെയ്തില്ലേ. ഈ സംഭവം നിനക്കറിയില്ലേ എന്നാണിപ്പോ ഈ ആയത്തിലെ ആശയം, ഈ സൂറത്തിലെ ഉള്ളടക്കമാണ്. ഇവിടെ ഇതുവരെ വായിച്ചു വന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഖുർആന്റെ അധ്യായങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ ഒരു ജന്തുവിന്റെ, ഒരു മൃഗത്തിന്റെ പേര് നടാടാണ് കാണുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം അൽബക്കറയൊക്കെ പരിചയമുള്ളവരാണ്. നമ്മുടെ പശു എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത വസ്തുക്കളുടെ പേരുകൾ ഖുർആൻ ഇടാറുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന പേര് ആന എന്നൊരു മൃഗത്തിന്റെ, ഒരു ജന്തുവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തുടക്കവും വ്യത്യാസമുണ്ട്. അറഅയ്ത എന്ന് കഴിഞ്ഞ ഒരു സൂറത്ത് അങ്ങനെ ചോദിച്ചിരുന്നു, ചോദ്യരൂപത്തിൽ, നീ കണ്ടില്ലയോ, അല്ലദീ എന്ന് ഒരു ചോദ്യരൂപത്തിൽ തുടങ്ങിയിരുന്നു. ഇതും ഏതാണ്ട് അതുപോലെ തന്നെ അലം തറ, അറഅയ്ത എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് വരിക. നീ കണ്ടിട്ടില്ലയോ, നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇതിനെ കിട്ടേണ്ട വാക്കുകൾ എന്താ? അസ്ഹാബുൽ ഫീൽ, ഫീൽ എന്ന് പറഞ്ഞാൽ ആനയാണ്. അസ്ഹാബുൽ ഫീൽ എന്ന് പറയുമ്പോൾ ആനക്കാര് എന്നാണ് അർത്ഥം വരിക. നമ്മൾ സാധാരണ മലയാള വാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാഹിബ് എന്ന വാക്ക്, അതിന്റെ ബഹുവചനാണ് അറബിയിൽ അസ്ഹാബ് എന്ന് പറഞ്ഞത്. അത് ബഹുമാന സൂചകമായി വെറുതെ പറയുന്ന വാക്കാണ്. അതുപോലെ തന്നെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിന് പറയും. പിന്നെ ആള് എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ആൾ എന്ന അർത്ഥത്തിനൊക്കെ പറയും സാഹിബ്. അതിന്റെ ബഹുവചനാണ് അസ്ഹാബ്. അപ്പൊ അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞാല് ആനക്കാർ. അസ്ഹാബ് കേരള എന്ന് പറഞ്ഞാൽ കേരളക്കാർ അർത്ഥം കിട്ടും. അതുപോലെ അല്ലെ അസ്ഹാബു സയ്യാറ എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിന്റെ ആൾക്കാർ എന്നർത്ഥം വരും. അതുപോലെ അസ്ഹാബുൽ ഫീൽ എന്നാൽ ആനക്കാർ എന്നാണ് വാക്കിനർത്ഥം വരിക. പിന്നെ കൈദ്, അത് ഖുർആനിൽ വല്ലാതെ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ്. പല സ്ഥലങ്ങളിലും കാണാം. സൂത്രം, തന്ത്രം എന്നൊക്കെയുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് കൈദ്. അത് അവിശ്വാസികളായിട്ടൊക്കെയുള്ള ഈ സംസാരം ഉണ്ടല്ലോ, അതിൽ പലപ്പോഴും അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സൂത്രം പ്രയോഗിച്ചോളൂ, ഞാൻ എന്റെ സൂത്രം പ്രയോഗിക്കുക, ആരാ ജയിക്കാൻ നോക്കാലോ, നിങ്ങളെ സൂത്രങ്ങളൊന്നും വിജയിക്കാറില്ല എന്നിങ്ങനെ
ഈ കുതന്ത്രങ്ങള്, സൂത്രങ്ങള്, തന്ത്രങ്ങൾ ആ അർത്ഥത്തിന് ഖുർആനിൽ വല്ലാതെ ഉപയോഗിച്ച് കാണാറുണ്ട്. കൈദ് എന്ന വാക്ക് സൂത്രം, തന്ത്രം എന്നൊക്കെയാണ്. തദ്ലീൽ എന്ന് പറഞ്ഞ വാക്ക് ലാലീൻ, ലലാലത്ത് എന്നൊക്കെ പറയുന്ന വാക്കിന് ബന്ധപ്പെട്ടതാ. പിഴച്ചു പോകാന്നാ, തെറ്റിപ്പോവുക, പിഴച്ചു പോവുക, തദ്ലീൽ, കാര്യം നടക്കാതാവുക, നിഷ്ഫലമാവുക എന്നാണ് അർത്ഥം വരിക. ത്വയ്റ് പക്ഷികളാണ്. അബാബീൽ എന്ന വാക്കിന് അറബി ഭാഷയിൽ കൂട്ടം കൂട്ടമായി എന്നർത്ഥമുണ്ട്. അതാണ് ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കളില്. അതല്ല, അബാബിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം പക്ഷികളുടെ പേരാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. കൂട്ടം കൂട്ടമായി എന്ന് ഭാഷാർത്ഥമാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ വരിക? അള്ളാഹു കൂട്ടം കൂട്ടമായി പക്ഷികളെ അയച്ചില്ലേ എന്ന് സാരം വരും. അബാബിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം പക്ഷികളുടെ പേരാണെങ്കിൽ എങ്ങനെ മലയാള പരിഭാഷ പറയാ? അള്ളാഹു അവർക്ക് നേരെ അബാബിൽ പക്ഷികളെ അയച്ചില്ലേ എന്ന്. പലപ്പോഴും ഈ സാധനങ്ങൾക്കോ അല്ലെങ്കിൽ ഷോപ്പുകൾക്കോ ഒക്കെ അബാബിൽ എന്നൊക്കെ പേരിട്ട് കാണാറുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ അബാബിൽ എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേര് എന്ന് അർത്ഥം എടുക്കുമ്പോഴാണ് ആ പേര് വരുന്നത്. ശരിക്കും പൊതുവെ ഇബ്നു കസീർ പോലെയുള്ള തഫ്സീറുകളിൽ ആദ്യാഭിപ്രായമായി കൊടുക്കുന്നത്, അവർ സ്വീകരിച്ചിരിക്കുന്നത് കൂട്ടം കൂട്ടമായി എന്ന അർത്ഥത്തിനാണ്. പിന്നെ ഹിജാറത്ത്, കല്ലുകൾ, ഹജറിന്റെ അർത്ഥം തന്നെ. സിജ്ജീൽ, ചുട്ടുപഴുത്ത, ചൂട് വെക്കപ്പെട്ടതെന്നാണ്. അസ്ഫ് എന്ന അറബിയിൽ പറയാറ് ഈ നാക്കാലികൾക്കൊക്കെ വൈക്കോല് കച്ചി തിന്നാനിട്ട് കൊടുത്താല്, പുല്ലൊക്കെ തിന്നാനിട്ട് കൊടുത്താല് അവ മുഴുവൻ തിന്നൂലല്ലോ. കുറെ ഭാഗം നുറുമ്പുകളായി അല്ലെങ്കിൽ അവ തിന്നാതെ ബാക്കിയിട്ടതായിട്ട് അവിടെ ബാക്കിയുണ്ടാവും. മണത്ത് നോക്കിയിട്ട് വായലിട്ടതിന് ശേഷം പുറത്ത് കളഞ്ഞതോ അല്ലെങ്കിൽ തിന്നണ കൂട്ടത്തിൽ മുറിഞ്ഞു താഴെ വീണതായ കുറെ ഭാഗങ്ങളുണ്ടാവും. ഒന്നിങ്ങട്ടയിൽ ഒരു നേരെ ഒരു വൈക്കോലും ഇങ്ങോട്ട് പെറുക്കിയെടുക്കാൻ കഴിയില്ലേല് അത് കുറെ നുരുമ്പുകളും കഷ്ടങ്ങളും പൊടികളുമായിരിക്കും, പൊട്ടും പൊടിയും. നമ്മുടെ അവസാനം ഒന്നുകിൽ ചാണകത്തിന്റെ കൂടെ വാരി കളയുകയോ അല്ലെങ്കിൽ പുറത്ത് കളയുകയോ ചെയ്യാറ്. അങ്ങനെ നാക്കാലികൾക്ക് ഭക്ഷണം ഈ പുല്ലും വൈക്കോലൊക്കെ തിന്നാൻ കൊടുത്തതിന് ശേഷം അവിടെ ബാക്കിയാകുന്ന ആ ഭാഗങ്ങൾ, അതിനാണ് സാധാരണ അസ്ഫ് പറയാം. അത് അള്ളാഹു അസ്ഫിന്റെ അർത്ഥം പറഞ്ഞ് നിർത്താതെ മഹ്കൂലിനും കൂടി കൂട്ടി പറഞ്ഞ് ശരിക്കും അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ, കച്ചിത്തുരുമ്പ് പോലെ ആയിത്തീർന്നുവല്ലോ എന്നർത്ഥത്തിൽ. എന്താണ് ഇതിലെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന ആ വർഷം, നബിയുടെ ജനനത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മക്കയിലുണ്ടായ ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സന്ദർഭം. അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് കഅബ പൊളിക്കാൻ വേണ്ടി വന്നുവെന്നും അയാൾക്ക് കഅബ പൊളിക്കാൻ സാധിക്കാതെ തിരിച്ചുപോയി എന്നുമുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ അബ്രഹത്ത് എന്ന ഒരു രാജാവും അയാളുടെ കൂടെ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സൈന്യത്തെയുമാണ് അസ്ഹാബുൽ ഫീൽ എന്ന് പറയുന്നത്. അബ്രഹത്ത് എന്ന ആള്. പിന്നെ അവരെ ആനക്കാര് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ? ആ സൈന്യത്തിന്റെ കൂടെ ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആനക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. അതെന്താ അത്ര പ്രത്യേകത? അറബികളെ സംബന്ധിച്ചിടത്തോളം ആന പുതുമുള്ള ജന്തുവാണ്. നമുക്ക് ആന നമ്മൾ കണ്ടുപരിചയിച്ച സാധനമാണ്. ഇവർക്ക് എവിടുന്ന ആന? ഇവിടെ എവിടെ ആനല്ല നമുക്കറിയാം. അറേബ്യയിൽ എവിടെയും ആനല്ല. മുമ്പും അറബികളിൽ ആനയെപ്പറ്റിയൊക്കെ സംസാരിച്ച് കാണാൻ വലിയ അത്ഭുതത്തോടു കൂടി കവിതകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുരുക്കമായി സൂചിപ്പിച്ച് കാണാം. ആനകളെപ്പറ്റി പറയുന്നവർ കുറവാ. അപ്പൊ ആനകൾ അവർക്കൊരു പുതുമുള്ള സാധനം. അബ്രഹത്തും കൂട്ടരും യുദ്ധത്തിന് വന്നിരുന്നത് ആനകളെയും കൊണ്ടാണ്. ചിലര് പറയുന്നു ഒരാനയുള്ളായിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായക്കാരുണ്ട്. ചരിത്രമാണ്, ആയത്തല്ല, ഹദീസൊന്നുമല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു പറ്റം ആനകൾ ഉണ്ടായിരുന്നില്ല. എന്താണ് ആനനേറ്റ് യുദ്ധത്തിന് വരാൻ കാരണം? സാധാരണ അറബികൾ യുദ്ധത്തിന് ഉപയോഗിക്കാറുള്ളത് കുതിരനെയാണ്. യുദ്ധത്തിന് ഉപയോഗിക്കാറ് പ്രധാനമായി കുതിര. പിന്നെയുള്ള സാധനം ഒട്ടകമാണ്. ഈ വാഹനമായിട്ട് ഉപയോഗിക്കാനുള്ള രണ്ടെണ്ണം കുതിരയും ഒട്ടകമാണ് അവർക്കുള്ളത്. കുതിരയും ഒട്ടകവും സാധാരണഗതിയിൽ ആനയെ കണ്ട് ശീലിച്ചതല്ല. അറബി കുതിരകളും ഈ ഒട്ടകങ്ങളൊന്നും ആനയെ കണ്ട് പരിചയിച്ചിട്ടില്ല. അപ്പൊ ഈ കുതിരകളെയും ഒട്ടകങ്ങളെയും ഏറ്റ് യുദ്ധത്തിന് വരുന്ന അറബികളുടെ മുന്നിൽ ആ കുതിരയും ഒട്ടകവും കണ്ടിട്ടില്ലാത്ത ആന എന്ന് പറയുന്ന ഒരു വിചിത്ര ജീവിയായിട്ടാണ് ചെന്നാൽ വല്ലാതെ മെനക്കെടാതെ തോൽപ്പിക്കാൻ കഴിയുന്നതാണ് അബ്രഹത്തിന്റെ കണക്കൂട്ടൽ. സ്വാഭാവികമാണത്. തീരെ ആനയെ കാണാത്ത ഒരു ഒട്ടകത്തിന് മുന്നിൽ ആനക്കന്നെ പണ്ടേ നിർത്തിയിട്ട് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടിയ ഒട്ടകം വിരളി പിടിക്കും. കുതിര അങ്ങനെ തന്നെ എത്ര വലിയ പരിചയിച്ച് കുതിര കണ്ടിട്ട് കാര്യമില്ല. കുതിര ആനയെ കണ്ട് ശീലിച്ചില്ലെങ്കിൽ കുതിരന്റെ മുന്നിൽ ആന വന്നിട്ട് ഇങ്ങനെ രണ്ട് ഒച്ചുണ്ടാക്കലിലും കൂടി ആയാൽ കുതിര തിരിഞ്ഞോടും. അപ്പൊ അത് കണക്കൂട്ടിയിട്ടാണ് അബ്രഹത്ത് പോരുമ്പോ ആനകളേറ്റ് വരാൻ കാരണം. എന്തായിരുന്നാലും ജയിക്കണമെന്ന് വിചാരിച്ചിട്ട്.
അപ്പൊ ആനക്കാർ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് അബ്രഹത്തും സൈന്യവുമാണ്. പിന്നെ അവരെ പറയാൻ കാരണം അവരുടെ കൂട്ടത്തിൽ ആനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആനൊരു വർത്തമാനമാവാൻ കാരണം എന്താന്ന് ചോദിച്ചാല് ആനകളേറ്റ് യുദ്ധം ചെയ്യാന്നുള്ള അറബികൾക്ക് പരിചയമല്ല. അതുകൊണ്ടാണ് അതൊരു വലിയ വർത്തമാനമാവാൻ കാരണം. ഈ വന്നവരാരായിരുന്നു? ഏത് മതവിഭാഗക്കാരായിരുന്നു? ക്രിസ്ത്യാനികളായിരുന്നു ഇവർ. അബ്രഹത്ത് ക്രിസ്ത്യൻ രാജാവാണ്. വന്നത് എവിടുന്നാ? യമന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അറേബ്യ തൊട്ടടക്കുന്ന നമ്മുടെ അയലക്കത്ത് കിടക്കുന്ന എന്ന് പറയാലോ, യമന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. യുദ്ധത്തിന് വന്നിരുന്നത് യമൻ സന്നാന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ക്രിസ്ത്യാനികളായിരുന്നു അന്ന് ആ യുദ്ധത്തിന് വന്നിരുന്നത്. ഞാനത് അങ്ങനെ ഉറപ്പിക്കാൻ കാരണം എന്താ അറിയോ? പിന്നെ ശ്രദ്ധയിൽ നിൽക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. പലപ്പോഴും അബ്രഹത്തിന്റെ സംഭവം ഓർമ്മിക്കുമ്പോഴും അതൊരു മുശ്രിക്ക് രാജാവായിരുന്നു, ഒരു കാഫറായ രാജാവ് മുശ്രിക്കായിരുന്നു ആ വന്നിരുന്നതെന്ന് ധാരണ പലപ്പോഴും നമ്മളെ ആളുകളിൽ ഉണ്ടാവാറുണ്ട്. ഒരു മുശ്രിക്കായ ഒരു ബൗദ്ധവിശ്വാസിയായ ആളല്ല വന്നിരുന്നത്, ഒരു ക്രിസ്ത്യാനിയാണ് വന്നിരുന്നത്, ക്രിസ്ത്യൻ രാജാവാണ് വന്നിരുന്നത്. എന്നുവെച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള കാലമായതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ് അവര് നമ്മൾ ക്രിസ്ത്യാനികൾ തന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരവസ്ഥ എന്തായിരുന്നു ചോദിച്ചാൽ മുശ്രിക്കുകളെക്കാളും തരം താഴ്ന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളവരെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താ? കാരണം വളരെ നീണ്ട കുറെ നൂലാമാല പിടിച്ച എന്ന് വെച്ചാൽ അങ്ങനെ കെട്ടിപണിഞ്ഞ് കിടക്കുന്ന ഒരു നീണ്ട ചരിത്രാവസ്ഥ ഉണ്ടാവില്ലേ, അതിൽ ആവശ്യമായ ഭാഗം നമ്മൾ സംസാരിച്ചാൽ മതിയല്ലോ. യമനില് ഈ അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ് ഒരു ദേവാലയം ഉണ്ടാക്കിയിരുന്നു, ക്രിസ്തീയ ദേവാലയം ഉണ്ടാക്കിയിരുന്നു. അന്ന് യമൻ ഒരു സ്വതന്ത്ര രാജ്യമല്ല, മറിച്ച് എത്യോപ്യയിൽ അബ്സീനിയയിലെ നജ്ജാഷിയുടെ കീഴിൽ ജീവിക്കുന്ന ഒരു ആശ്രിത രാജ്യം മാത്രമാണ് പിന്നെ യമൻ. എത്യോപ്യ നേരത്തെ ക്രിസ്തീയ രാജ്യമാണ്, നജ്ജാഷി ക്രിസ്ത്യൻ രാജാവാണ്. ആ ക്രിസ്ത്യൻ രാജാവിന്റെ ഒരു ആശ്രിത രാജ്യം എന്ന് വെച്ചാൽ നജ്ജാഷിക്ക് കപ്പം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പിന്നെ പ്രധാന ചക്രവർത്തിയല്ല, ഒരു പ്രാദേശിക രാജാവ് മാത്രമായിരുന്നു അബ്രഹത്ത് എന്ന് പറയുന്ന ആള് യമൻ ഭരിച്ചിരുന്ന. അയാള് യമനിലെ സന്നാവില് ഒരു വലിയ ക്രിസ്തീയ ദേവാലയം പണിതു, ക്രിസ്ത്യാനിയായ ഒരു വലിയ ക്രിസ്ത്യൻ ദേവാലയം പണിതു. അപ്പൊ അറബികൾക്ക് പൊതുവെ ക്രിസ്ത്യൻ മതത്തിനോട് യാതൊരു താല്പര്യമുള്ളവരല്ല അവര്. യമനിലെ ആളുകളാവട്ടെ പൊതുവെ അറബികൾ അതിനോട് താല്പര്യമുള്ളവരല്ല. അപ്പൊ ഈ ദേവാലയം പണിതിട്ട് ഈ ദേവാലയത്തിലേക്ക് ആളുകൾ ആകർഷകരായി തീരുകയും ബന്ധപ്പെടുകയും ചെയ്യാൻ വേണ്ടി, അതായത് ജനങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് അബ്രഹത്ത് ഒരു ഉത്തരവിട്ടു, ഒരു പരിപാടി കണ്ടു. ഹജ്ജിനെല്ലാ കൊല്ലവും അറബികൾ പോകുന്നത് കഅബന്റെ അരികിലേക്കാണല്ലോ. ഇനി മുതൽ അടുത്ത വർഷം മുതൽക്ക് ഹജ്ജിന് പോകുന്നത് കഅബയിലേക്കായിരിക്കരുത്, ഞാൻ ഉണ്ടാക്കിയ യമനിലെ ഈ ദേവാലയത്തിലേക്കാണ് ഇനി മേലിൽ അറബികളെല്ലാവരും ഹജ്ജിന് വരേണ്ടത്. അറബികൾ വന്നാൽ പിന്നെ ബാക്കിയുള്ളവരും വന്നോളും എന്നാണ് അബ്രഹത്തിന് തീരുമാനമുണ്ടായിരുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സഹിക്കും, അവരെല്ലാ കുരുത്തക്കേടും ചെയ്യും. പക്ഷെ കഅബയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കളിക്കുന്നവർ തൃപ്തിപ്പെടാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇത്ര വരെ കാണുന്നു, യമനികളായ ക്രിസ്ത്യാനികളായല്ലാതിരുന്ന അറബികൾക്ക് ഇത് തീരെ സഹിച്ചില്ല. എന്താ പറഞ്ഞ് കഅബയ്ക്ക് ഹജ്ജിന് പോകണമെന്ന് നിർത്തിയിട്ട് യമനിൽ ഇവണ്ടാക്കിയ ദേവാലയത്തേക്ക് പോകണമെന്നോ, ഞങ്ങൾക്കതൊരു വിലയില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവര് മലം കൊണ്ട് അത് വൃത്തികേടാക്കിയവരെ ചെയ്തു എന്നാ. എല്ലാ വൃത്തികേടുപ്പന്റെ ദേവാലയമാക്കിയിട്ട് അവസാനം ഇതുവരെ വൃത്തികേടാക്കി. ഞങ്ങൾക്ക് എന്റെ ഈ ഉത്തരവ് ഒരു വിലയില്ല, ഞങ്ങളോട്ട് ഹജ്ജ് മാറ്റാനും പോകുന്നില്ല, ഞങ്ങൾ ഹജ്ജിന് കയറിയൊക്കെ തന്നെ പോവുള്ളൂ, എന്ത് സാധനത്തിന് ഞങ്ങൾക്കൊരു വിലയില്ല, ഈ ക്രിസ്ത്യാനികളെ ആയിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യ മതത്തിൽ തന്നെ എന്നോളാം എന്ന് പറഞ്ഞു. ഇതാണ് അബ്രഹത്തിനെ ചൂട് പിടിപ്പിച്ചത്. അപ്പൊ അറബികൾ താനുണ്ടാക്കിയ ദേവാലയത്തിലേക്ക്, യമനിലുണ്ടാക്കിയ ക്രിസ്തീയ പള്ളിയിലേക്ക് ഹജ്ജിന് വരണമെന്ന ഉത്തരവ് തന്റെ പ്രജകളായും മറ്റും ജീവിക്കുന്ന അറബികളും അല്ലാത്ത അറബികളും സ്വീകരിക്കാത്തതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കണം അബ്രഹത്ത് തീരുമാനിക്കുകയാണ്. അതെന്താ പാഠം പഠിപ്പിക്കേണ്ടത്? കഅബ ഉണ്ടായതുകൊണ്ടാണ് അങ്ങോട്ട് പോണത്, അത് ഇല്ലാതാക്കിയ പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് അയാൾ. അതുകൊണ്ട് അയാള് പടപ്പുറപ്പാട് നടത്തിയതിന് കാരണം അതാണ്. എന്തുണ്ടായതെന്നിട്ട് അയാള് യുദ്ധ സൈന്യമായിട്ട് വന്നു. കാരണം അതാണ്, അയാളുണ്ടാക്കിയ ദേവാലയത്തിലേക്ക് ആളുകൾ ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോ അറബികളത് കൂട്ടാക്കാതിരുന്നപ്പോ അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ പുറപ്പെട്ടത്. സൈന്യമായി യാത്ര പുറപ്പെട്ടു. വരുന്ന വഴിയിൽ യമനിന്ന് നേരിട്ട് പോകാൻ മതി, കടലും പുഴയൊന്നും കടക്കാമല്ലോ. വരുന്ന വഴിയിൽ ഒരുപാട് അറബികളുമായിട്ട് അറബി ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടുന്നുണ്ട്. ഇവരെങ്ങനെ അറബികൾ പറഞ്ഞറിയാണ് ഇങ്ങനെ ഒരു സൈന്യം വരുന്നുണ്ട് കഅബ വിളിക്കാൻ. അപ്പൊ സാധിക്കുന്നിടത്തോളമുള്ളവരൊക്കെ അവരെ ഏറ്റുമുട്ടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് അബ്രഹത്തിന്റെ വരവ്. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അയാൾ വരുന്നത്, എല്ലാവരും തോറ്റുപിടിച്ച് അങ്ങനെ വരികയാണ്. അങ്ങനെ അയാൾ കഅബ മക്കയുടെ സമീപത്തെത്തുന്നത്.
തായിഫിന്റെ ഭാഗത്തെത്തിയപ്പോ അവര് വേറെ പണി ചെയ്തു. അവര് ഇടങ്ങാറാണ്ടാന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കൂടി ഇയാളേറ്റ് ഞങ്ങൾ കൂടിക്കോളാന്ന് പറഞ്ഞു. തായിഫിന്റെ ഭാഗത്തിലൂടെ കടന്നു വരുമ്പോ അബ്രഹത്തിന് സൈന്യത്തിന് കിട്ടിയത് സ്വീകരണ. അവര് പറഞ്ഞു അവിടെ പോകാൻ വിളിച്ചോളി, ഞങ്ങളെ ഈ കൃഷിയിടങ്ങളും ബാക്കിയൊന്നും കേട്ടിട്ട് തന്നാ മതി, ഞങ്ങൾക്കൊരു സപ്പോർട്ടാണെന്ന് എനിക്ക് ആ നാട്ടിലെ ആൾക്കാർ പ്രതികരിച്ചത്. എന്തിനു പറയാന്നറിയോ? ആ നാട്ടിലെ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത് നമ്മൾ അറിയുന്നുണ്ടല്ലോ. ആ നാട്ടിലെ ആൾക്കാർ മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു ചരിത്രത്തിലുള്ള. നബി അവിടെ പോയിട്ട് അവരെ ബാക്കിയുള്ളവരോട് സഹായപ്പെടുത്തണം എപ്പോഴും ഭ്രാന്തർന്ന് പറഞ്ഞ് എറിഞ്ഞൊടിച്ചു എന്നാ ചരിത്രം. ആ നാട്ടിലെ ആൾക്കാർ മുമ്പും അങ്ങനെ തന്നെ. അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വരുന്നത് കണ്ടപ്പോ ഉള്ളിക്കൂടെ ഈ പൊളിക്കേണ്ടതിലേക്കോ ഞങ്ങളൊന്ന് കാട്ടാന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റുകൊടുത്ത കൗമാണത്. അപ്പോ അങ്ങനെ വന്നു. അതിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ കുറെയേറെ ഒട്ടകങ്ങളെ അയാൾ പിടിച്ചുകൊണ്ടുപോയി മറ്റൊക്കെ ചെയ്തത്. പിന്നെ ആ സംഭവം ഉണ്ടായത് വന്നപ്പോ ഖുറൈശികൾ സ്വാഭാവികമായിരുന്നു കൂടി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി. അവര് പറഞ്ഞ തീരുമാനം നമ്മൾ പറഞ്ഞു. അത് വെറുതെ നമ്മളെ ഒരു ഏറ്റുമുട്ടലിനും ഇതിന് നിൽക്കേണ്ടയില്ല, ആനയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞത്, നമുക്ക് എതിരിടാൻ കഴിയില്ല, നമ്മൾ അങ്ങനത്തെ ഒരു സൈന്യത്തിനെതിരെ ഏറ്റുമുട്ടിയിട്ടില്ല, പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ആണ് അതിന്റെ പ്രശ്നം. നമുക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, കാബന്റെ പടച്ചോൻ രക്ഷിക്കട്ടെ, അത് അള്ളാഹു കാത്തുകൊള്ളും, നമ്മൾ ഏർപ്പാട് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതും ആ തീരുമാനത്തിലേക്ക് അവർക്ക് എത്തിയതും മാനസികമായി എത്തിയതും. ഇത് തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പാണ് അവർ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തുന്നത്. ഖുറൈശിയുടെ നേതാവ് ആരാച്ച അയാൾ സ്വാഭാവികമായുള്ള നാട്ടിൽ ചെല്ലുമ്പോ അബ്ദുൽ മുത്തലിബിനെ അബ്രഹത്ത് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വരുന്നത് നിങ്ങൾ മക്കാരുടെ ഒരു കാര്യം, നിങ്ങളാണ് ഖുറൈശിയുടെ നേതാവ് എന്നുണ്ടെങ്കിൽ, മക്കാരുടെ നേതാവ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, ദയവേത് ഞങ്ങൾ എതിർക്കരുത്. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലേണ്ട പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ആകെ വേണ്ടത് ആ കഴിവ് പൊളിക്കാന്നുള്ള പണി മാത്രമാണ്, ഞങ്ങളിത് പൊളിച്ചിട്ടുണ്ട് പോരും, നിങ്ങൾ ഞങ്ങൾ എതിർക്കാൻ നിൽക്കരുത്, ഈ കാര്യം പറയാനാണ് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി? അന്നേരമാണ് അബ്ദുൽ മുത്തലിബിന്റെ വാചകം വരുന്നത്. ഏത്? എന്റെ ഒരു 100 ഒട്ടകത്തിനെ താങ്കൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് ആ ഒട്ടകങ്ങള് പിന്നെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വിട്ടു നൽകണം, എന്നാലേ അത് പറ്റുകയുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. അത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അബ്ദുൽ മുത്തലിബിന് പറയാനുണ്ടായിരുന്നത്. ഞാൻ ചുരുക്കുകയാണ്, കാരണം എന്താ അറിയോ, അത് അറിയാം നിങ്ങൾക്ക്, അതുകൊണ്ട് എന്തിനു വെറുതെ നീട്ടണം. അപ്പോ അബ്ദുൽ മുത്തലിബിന്റെ ആവശ്യം ഇത് മാത്രമായിരുന്നു. ഞാൻ കഅബ പൊളിക്കാൻ വരികയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്ത് സംസാരിച്ചപ്പോ അബ്ദുൽ മുത്തലിബിനോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, എന്റെ ഒരു 100 ഒട്ടകങ്ങൾ അവിടെ മേയുന്നത് താങ്കൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒട്ടകങ്ങൾ എനിക്ക് വിട്ടുതരണം എന്ന കാര്യങ്ങളോട് എനിക്ക് പറയേണ്ടതുണ്ട് എന്നായിരുന്നു പ്രതികരണം. സ്വാഭാവികമായും അബ്രഹത്തിനെയും കൂട്ടരെയും അത് അത്ഭുതപ്പെടുത്തിയല്ലോ. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ആദരിക്കുന്ന കഅബാലയം പൊളിക്കാൻ വന്നിട്ട് അതിനെപ്പറ്റിയൊന്നും പറയാതെ നിങ്ങൾ എന്ത് നേതാവാ, നിങ്ങൾ ഒട്ടകത്തിന്റെ കാര്യമാണോ ഇപ്പോഴും പറയുന്നത് എന്ന് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കിയതാ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, അന റബ്ബുൽ ഇബിൽ, ഞാൻ ഈ ഒട്ടകത്തിന്റെ ആളാണ്, ആ ഒട്ടകത്തിന്റെ കാര്യം ഞാൻ സംസാരിക്കേണ്ടതുള്ളൂ. ഫലിൽ ബൈത്തി റബ്ബുൻ യംനഹ, ആ വീട്ടിന് വേറൊരു പടച്ചോണ്ട് നാഥുണ്ട്, അയാളത് കാത്തുകൊള്ളും, എനിക്ക് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടയില്ല എന്നായിരുന്നു പ്രതികരണം. എന്തിനാണ് ആ സംഭവം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നതെന്നറിയോ? എന്തിനാണ് തഫ്സീറുകളിൽ ആ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്നറിയോ? സമൂഹത്തിൽ പൊതുവെ പ്രചരിച്ചു നിൽക്കുന്ന ഒരു ധാരണയെ തിരുത്താനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന ആളുകള് ഒരു ദൈവത്തിലും വിശ്വസിക്കാതെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാത്ത ഒരു സമൂഹമായിരുന്നു എന്നൊരു ധാരണ വല്ലാതെയുണ്ട്. മക്കയിലെ ജനങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി വിശ്വാസമുണ്ടായിരുന്നില്ല എന്നും അത് പഠിപ്പിക്കാനാണ് അള്ളാഹ് കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത് എന്നൊരു ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് തിരുത്താനായി പറയുന്നത്. അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിനെ പറ്റി വിശ്വാസമില്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ് എന്തിനായി ഈ വാചകം പറയുന്നത്? അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ പടച്ചവൻ മാത്രം, ഒട്ടകത്തിന്റെ നാഥനാണ്, രക്ഷകർത്താവാണ് ഞാൻ, ഒട്ടകത്തിന്റെ കാര്യം എനിക്ക് സംസാരിക്കേണ്ടതുള്ളൂ. കഅബാലയത്തിൽ വേറൊരു പടച്ചവനുണ്ട്, ആ പടച്ചവനെ നോക്കിക്കൊള്ളും. ഒരു യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യന്റെ വാക്കാണല്ലേ, ശരിക്കും വിശ്വാസമുള്ള ഒരു മനുഷ്യന്റെ വാക്ക്, അയാൾ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ അവർക്ക് ആ ശരിക്കും ആ വിശ്വാസം ചേർന്ന് കഅബാലയത്തിലെ വിഗ്രഹങ്ങൾ കാത്തുകൊള്ളുന്നു അപ്പൊ പറഞ്ഞു കേട്ടോ. വലിൽ ബൈത്തി റബ്ബുൻ, ആ വാക്ക് ഒരൊറ്റ റബ്ബ്, ആ കഅബാലയത്തിന് ഒരു നാഥുണ്ട്, ഒരു രക്ഷകർത്താവുണ്ട്, ഒരു ഏകനായ അള്ളാഹ്, അയാൾ കാത്തോളുന്ന ഉത്തരം. അല്ലാതെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞോ ആ കഅബാലയത്തിനുള്ളിൽ കുറെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട്, അവർ നോക്കിക്കൊള്ളും.
ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾ അതിനെ കാത്തുകൊള്ളുന്ന അബ്ദുൽ മുത്തലിബ് അന്നേരം പറഞ്ഞോ, അയ്യേ, അങ്ങനെ ഒരു വിശ്വാസം അബ്ദുൽ മുത്തലിബിനില്ല. അബ്ദുൽ മുത്തലിബിന് അന്നേരത്തെ വർത്താനം എന്താണെന്ന് അറിയോ? കഅബാലയത്തിൽ ഞങ്ങൾ പൂജിക്കുന്ന ദേവതകൾ കാത്തുകൊള്ളും പറയാൻ പോയില്ല. അബ്ദുൽ മുത്തലിബ് വാചകം, അതിനൊരു പടച്ചോണ്ട് അയാള് കാത്തുകൊള്ളുന്ന റുബൂബിയത്ത്, അല്ലാഹ് മാത്രമാണ് രക്ഷകർത്താവ്, ഏകനാണ് ആ കാര്യത്തിൽ എന്നതിൽ അബ്ദുൽ മുത്തലിബിന് ഒരു സംശയമില്ല എന്നാണല്ലോ ഈ കാര്യം തെളിയിക്കുന്നത്. ആ സംസാരം അങ്ങനെ അവസാനിച്ചു. ഒട്ടകത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനമായി. ഒരു പണി കൂടി അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറയാനുള്ള ആവശ്യമുള്ളത് ഇല്ലാത്തത് പറയല്ല, ഉള്ളത് തന്നെ. തിഹാമയുടെ ഭാഗത്തുനിന്ന് കുറെ അറബി പ്രമുഖന്മാർ അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പണം സ്വരൂപിച്ചുകൊണ്ട് അബ്രഹത്തിനരികിൽ വരുന്നുണ്ട്. അബ്രഹത്ത്, താങ്കൾക്ക് ഞങ്ങൾ ഈ പണം മുഴുവൻ നൽകാം, ഈ സംഖ്യ മുഴുവൻ നൽകാം, ദയവ് ചെയ്ത് താങ്കൾ തിരിച്ചു പോകണം, കഅബ പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിഹാമയുടെ ഭാഗത്തു നിന്നുള്ള കുറെ ആളുകൾ, അതായത് തെറ്റിദ്ധരിക്കരുത്, ഒരു സമൂഹം ആദരിക്കുന്ന ഒരു ദേവാലയം തകർക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു പ്രതിരോധം അതിന് ചെയ്യാതെ ഒരു സമൂഹം ഒഴിഞ്ഞു നിന്നാണോ? അല്ല, അവർ അതിന്റെ ആവുന്ന വഴി ചെയ്തു. എന്താണ്? കാശ് കൊടുത്താൽ സാധാരണ യുദ്ധത്തിന് വരല അതിനാണല്ലോ, കൊള്ളയടിക്കാനൊക്കെ അല്ലേ, അതിക്കാവശ്യം പണാണെങ്കിൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് തിഹാമ അവർ സമീപിക്കുന്നുണ്ട്. ഈ തിഹാമയിൽ നിന്ന് വരുന്ന കുറെ പ്രമുഖന്മാരും എല്ലാവരും കൂടി. അന്നേരം അബ്രഹത്തെ സ്വീകരിക്കുന്നില്ല, ഞാൻ മുന്നോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാ. എന്നാൽ പിന്നെ അവർ പറയുന്നൊരു വാചകമുണ്ട്, എന്നാൽ പിന്നെ റബ്ബ് നൽകുന്ന എന്താ താൻ അനുഭവിച്ചോന്നാ, എങ്കിൽ പിന്നെ റബ്ബ് നൽകുന്നത് താൻ അവർക്ക് ഒരു റബ്ബ് എന്നതിൽ അവർക്ക് അത്ര ഉറപ്പാണ് ആ കാര്യത്തിൽ, അതെന്തെങ്കിലും എനിക്ക് പറ്റും, ഗുരുത്തുക്കൾ എനിക്ക് പറ്റുന്നുള്ള ഉറപ്പിൽ തന്നെ അവർ സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ പ്രശ്നം അവർ അവസാനിച്ചു പോവുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബിന് ഇത് വിട്ടുകൊടുക്കാൻ തീരുമാനമായി. എന്നിട്ടാണ് അബ്ദുൽ മുത്തലിബ് നേരത്തെ ആലോചിച്ച കാര്യം തീരുമാനമെടുക്കുന്നത്. എന്ത്? നമുക്കേതായിരുന്നാലും പ്രതിരോധിക്കാൻ, എതിർക്കാൻ നിവൃത്തിയില്ല, ആനയൊക്കെ ഏറ്റാ വരുന്നത്, നമ്മൾ അങ്ങനെ യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടില്ല. നമ്മളെ യുദ്ധം എന്താ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്യുക, വിശ്രമിക്കുമ്പോൾ എല്ലാവരും നിർത്തുക, ക്ഷീണം ഉണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഇനി യുദ്ധം തുടങ്ങാന്ന് പറയാ. ഇതാണ് പോലെ ഏർപ്പാട്. നമ്മുടെ മുമ്പൊക്കെ പറഞ്ഞത് അറബികള് മക്കയിലൊക്കെ മുമ്പത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധം തുടങ്ങല്ലേ എന്നൊക്കെ പരസ്പരം ചോദിക്കും, തുടങ്ങാന്നറിയും. എന്നിട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അസ്തമിച്ച് നിർത്തുമല്ലേ, നിർത്തുന്നവരെ അപ്പൊ നിർത്തും. ഇനി നാളെ നേരം വെച്ചിട്ട് തുടങ്ങാന്നറിയും, ആ നേരം വെച്ചിട്ട് തുടങ്ങാന്നറിയും. അത്ര തന്നെ. അത് തന്നെ അവർക്ക് ക്ഷീണോ വിഷമോ ഉണ്ടായി നാളെയും മറ്റന്നാളും തുടങ്ങാൻ കഴിയില്ലെങ്കിൽ നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് 2 കൂട്ടരും കൂടി പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാ യുദ്ധം. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലാണ് അവർ യുദ്ധം ചെയ്യല്. അതൊക്കെ അത്ര വൃത്തിയായിട്ടാ. അത് തന്നെ മാസം കണ്ട് മുഹറം മാസം ഏതെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ യുദ്ധം മറമായ മാസം കണ്ട് പറഞ്ഞാൽ നിർത്തിയോല് പിറ്റേന്ന് മുതൽ ഒരു ചായം കുടിച്ച് സുഖമായിട്ട് ഇങ്ങനെ നടക്കും ലോകിയക്കാരായിട്ട്. ആ തലേന്ന് യുദ്ധം നടന്ന കാര്യമൊക്കെ കണ്ട് മറക്കൂല്. കാരണം ഇപ്പൊ മുഹറം മാസമാണ്, ഇപ്പൊ നല്ല മാസം പറഞ്ഞിരിക്കുന്നു, യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാ. അത്ര മാന്യത പുലർത്തിയിട്ടാ യുദ്ധം നടന്നിരുന്നത്. ആ നിയമമൊക്കെ ഒരു പാലിക്കലിരുന്ന ആ കാര്യത്തിൽ. അപ്പോ ഇങ്ങനത്തെ ഒരു യുദ്ധം ആനയെല്ലാം കൂടിയിട്ട് ഇവർ നമ്മളെന്ത് ചെയ്യാനാ? അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശം ഇതായിരുന്നു, പിന്നെ മാറി നിൽക്കണം, നമ്മളെല്ലാവരും എതിർക്കേണ്ട കാര്യമില്ല. കഅബ പൊളിക്കാനാ വരുന്നുണ്ടെങ്കിൽ കഅബി പടച്ചവനായിട്ടാവട്ടെ, നമുക്കൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കുക, നമ്മളെ ജീവൻ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊടുക്കാൻ തീരുമാനിച്ചു. സമീപഭാഗങ്ങളിലേക്ക് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷെ അവിടെയും ചരിത്രത്തിൽ തഫ്സീറുകളിലൊക്കെ കാണുന്നു ഈ സംഭവം ഉദ്ധരിക്കുന്നിടത്ത് വെറുതെ കഥ പറയുന്ന മാതിരിയല്ല, വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളോട് ഉദ്ധരിക്കപ്പെട്ട് കാണുന്നു. അയാള് പിന്നെ അബ്ദുൽ മുത്തലിബ് പോകുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് കൊളുത്ത് പിടിച്ചുകൊണ്ട് നീണ്ട പ്രാർത്ഥന നടത്തുന്നുണ്ട്. അയാൾ മുശ്രിക്കാണ്. അബ്ദുൽ മുത്തലിബ് നമുക്ക് നേതാവൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ ആ പോകുന്ന നേരത്ത് കഅബാലയത്തിന്റെ മുകളിലെ വാതിലിന് ഈ കൊളുത്തിടുമല്ലോ, ആ കണ്ണി ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുറെ നീണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഒക്കെ അങ്ങനെ വായിച്ചാണ്ടല്ലോ ഇയാളൊരു മുശ്രിക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, വേറെ ആരും വിളിക്കുന്നില്ല. ഈ കഅബാലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ അബ്ദുൽ മുത്തലിബിന് അറിയാം. അബ്ദുൽ മുത്തലിബാണ് അവയെ പോറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം, നോക്കിക്കൊണ്ടിരിക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. പക്ഷെ ഈ നേരിൽ ഈ സന്നിഗ്ധഘട്ടം, ആ സന്നിഗ്ധഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ഈ വിഗ്രഹങ്ങളോട് ഒരൊറ്റൊന്നിനോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം പറയുന്നില്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രം വിളിച്ചുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ നേരത്ത് ഇതിന്റെ ഉള്ളിലുണ്ട് കഅബാലയത്തിൽ പറയേണ്ട വാക്കണ്ട അബ്ദുൽ മുത്തലിബ്, ദേവതകളെ നിങ്ങളെല്ലാം കൂടി എന്തോ ആക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാര് വരുന്നുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങൾ മതിയല്ലോ, ഇവിടെ കുറെ ആൾക്കാരില്ലേ ഉള്ളിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോളേ, ഞങ്ങൾ പോവാണെന്നല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു സാധനം അതിന്റെ ഉള്ളിലുള്ള വർത്താനം അബ്ദുൽ മുത്തലിബ് ഉണ്ടെന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹമുണ്ട്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉണ്ട്, വേറെ പലരുന്നുണ്ട്. പക്ഷെ അയാളൊരു നീണ്ട നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, കുറെ നേരം പ്രാർത്ഥിക്കുക, ദുആ ശരിക്ക്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥനയും ഒരൊറ്റ വാക്ക് അള്ളാഹുവേ പടച്ച തമ്പുരാന് എന്ന അർത്ഥം മാത്രം പരിഭാഷപ്പെടുത്തിയാൽ കിട്ടുള്ളൂ. വേറൊരു വിഗ്രഹത്തിനോടുമില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ ഒക്കെ. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആ മനുഷ്യന്
അള്ളാഹുവിനെ പറ്റിയുള്ള യഥാർത്ഥ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അയാളെ ചെയ്യണേ. എന്നാ മറ്റു മുശ്രിക്കുകൾ ആരെങ്കിലും ചെയ്ത മക്കയിലുള്ള ഒരാരും അപ്പണി ചെയ്തില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ അള്ളാഹിനോട് മാത്രം പറഞ്ഞുകൊണ്ട് പോവുക ചെയ്തു. എല്ലാവരും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പോയി. അവിടെ നമ്മള് ശരിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? മക്കയിലെ മുശ്രിക്ക് ശരിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? മക്കയിലെ മുശ്രിക്കുകൾക്ക് പടച്ചോനെ പറ്റിയൊന്നും വിശ്വാസമില്ലായിരുന്നു. എന്നിട്ട് ഒരു പടച്ചോനുണ്ട്, ഒരു അള്ളുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് വന്നത് എന്നാണ് നമ്മുടെ സമൂഹത്തിലെ പൊതുവെയുള്ള ധാരണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്, കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ കാര്യം നബി പറഞ്ഞത്. പക്ഷെ നബിക്ക് പറയാനുണ്ടായിരുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹു ഇല്ലേ, ആ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഒരല്ലുണ്ടെന്ന് പഠിപ്പിക്കാനില്ല. അതെങ്ങനെ മനസ്സിലാവുന്നു എന്ന് ചോദിച്ചാൽ, അബ്ദുൽ മുത്തലിബ് പിന്നെ എന്തേ ഈ നേരത്തെ ഇങ്ങനെ പറയാൻ കാരണം? അത് തന്നെ, ഓൽക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരൊറ്റ അള്ളേ ഉള്ളൂ, ആ അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത് ചരിത്രത്തില്? അബ്രഹത്തിന്റെ സൈന്യം മുന്നോട്ട് നീങ്ങിയിട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല, മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ഇത്ര കൂടി കാണുന്നതിന്റെ പരമ്പരകളിൽ സംഭവം വിശദീകരിക്കുമ്പോൾ ആനകളെ മുന്നോട്ട് നടത്തുമ്പോ, കഅബയുടെ നേരെ നടത്തുമ്പോ ആനകൾ നടക്കുന്നില്ല, ബാക്കി ഏത് ഭാഗത്തേക്ക് നടത്തുമ്പോഴും ആനകൾ നടക്കുന്നു. ഇതാണ് ആദ്യം ഉണ്ടാകുന്ന സംഭവം. ആന നടക്കാൻ കൂട്ടാക്കുന്നില്ല, മുന്നോട്ട് നടക്കുന്നില്ല, ബാക്കി ഭാഗത്തേക്കോ നടക്കാൻ തയ്യാറാണ്. ഈ അസന്നിഗ്ധമായി നിൽക്കുന്ന സാഹചര്യം, മുന്നോട്ട് സൈന്യം നീങ്ങാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ആകാശത്ത് കുറെ പക്ഷികൾ പ്രത്യക്ഷപ്പെടുകയും ആ പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലും ഉണ്ടായിരുന്ന ആ ചെറിയ ചെറിയ തരം കല്ലുകൾ ഇവരുടെ മുകളിലേക്ക് ഇടുകയും അത് പറ്റിയവർക്കൊക്കെ എന്തോ അപകടങ്ങൾ, എന്തോ രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അബദ്ധങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കുകയും യുദ്ധം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. കാരണം എന്താ എങ്ങനെ സൂക്ഷിച്ച് പറഞ്ഞെന്നറിയോ? ആ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നവരൊക്കെ അങ്ങനെയാണ് ഇത് പറയുന്നത്. അതിന് ദൃക്സാക്ഷികളായവർ അതിൽ ഇത്ര കൂടി വിശദീകരിക്കുന്നു. മാംസത്തിനൊക്കെ, ശരീരത്തിലെ മാംസമൊക്കെ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരുതരം അസുഖം മാതിരിയാണ് പെട്ടെന്ന് അനുഭവപ്പെട്ടത്. പലരും അവിടെ തന്നെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഖുർആൻ അതിനെ പറഞ്ഞത് ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞു എന്നല്ല. എന്നിട്ട് ആ യാത്ര, ആ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല എന്നല്ല. സ്വാഭാവികമായും ഈ വരുന്ന സൈന്യത്തിലുള്ള ആളുകള് മിക്കവാറും ആളുകള് അറബികളായ ആളുകളാണ്, യമന്റെ ഭാഗത്തുള്ളവരാണ്. അവര് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കഅബയെ ആദരിക്കുന്ന ആളുകളും മറ്റുമൊക്കെയാണ്. കഅബയെ പൊളിക്കാൻ വേണ്ടി അവർ ക്രിസ്ത്യാനികളായതിനു ശേഷം കടന്നു വരിക, ഇത്തരം അമാനുഷികമായ അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇത് മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. ആനയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് ആകാശത്തെ പക്ഷികളെ. തുമ്പിക്കൈ നീട്ടിയാൽ ആകാശത്തെത്തൂലല്ലോ. അപ്പോ ഒന്നും ചെയ്യാൻ നിവൃത്തിണ്ടായില്ല. അതില് ആ സൈന്യം പരാജയപ്പെടുകയും പോവുകയും ചെയ്തു. ഇതാണ് സംഭവം. ഞാനിതിങ്ങനെ ചുരുക്കിയത് അത്രയല്ലേ ആവശ്യമുള്ളതില്. കാരണം നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്. വെറുതെ ഒന്ന് പൊഴിതട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ അബ്രഹത്തിന് എന്ത് സംഭവിച്ചു? അബ്രഹത്ത് അവിടെ മരിക്കുന്നില്ല. അയാളുടെ മരണം അവിടെ വെച്ച് നടക്കുന്നില്ല, ആ സ്പോട്ടിൽ വെച്ച് മരിക്കുന്നില്ല. സൈന്യത്തിൽപ്പെട്ട കുറെ ആളുകൾ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അവിടെ വെച്ചല്ല മരിച്ചു വീഴുന്നത്. ചിലരൊക്കെ യമന്റെ ഭാഗത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അല്ലാതെ എല്ലാവരും കൂടി അബ്രഹത്തിന്റെ സൈന്യം ഒന്നായിട്ട് അവിടെ വെച്ച് മരിച്ചുവിടുകയല്ല ചെയ്ത്. മടക്കയാത്രയിൽ ഈ മുറിവുകളും വിഷമങ്ങളും അനുഭവപ്പെട്ടുകൊണ്ട് മടക്കയാത്രയിൽ ഹസ്യാമ് ഗോത്രം താമസിക്കുന്ന സ്ഥലം, അറബികളില് പണ്ട് സ്ഥലപ്പേരിടാറ് അങ്ങനെയാ. ഒരു സ്ഥലത്തിന് നിജപ്പേരുണ്ടാവില്ല. അവിടെ ഏതെങ്കിലും ഒരു ഗോത്രം കുറച്ച കാലം സ്ഥിരമായി താമസിച്ചാല് ആ ഗോത്രത്തിന്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെടും. അപ്പൊ ഹസ്യാമ് ഗോത്രം താമസിച്ച സ്ഥലമുണ്ട്, അത് ഹസ്യാമ് എന്നാണ് അറിയപ്പെടാറ്. ആ സ്ഥലത്തെത്തുമ്പോഴാണ് അബ്രഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അതിന് അബ്രഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചുള്ളത് ശരീരത്തിലെ മാംസങ്ങളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരുതരം പ്രത്യേകം രോഗം മാതിരി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി വളരെ ഇഞ്ചിഞ്ചായി മരിക്കുക ചെയ്തത്. അതായത് ഒരു വെട്ടുകൊണ്ട് മരിക്കുന്ന സ്വഭാവത്തിലുള്ള മരണമല്ല അബ്രഹത്തിന് അള്ളാഹു നിശ്ചയിച്ചിരുന്നതെന്നർത്ഥം. വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ടിട്ടാണ് അവനും ബാക്കിയുള്ളവരും ആ യാത്ര തന്നെ വിഷമിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കൂ, ആ യാത്രയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോവുക. എന്നിട്ട് സൗകര്യങ്ങളില്ലാതെ അവരൊക്കെ മിക്കവാറും അബ്രഹത്തിനെ ദുഷിച്ചു കാണണം. ഈ പഹയനെ കൊണ്ട് ഞങ്ങൾ നശിക്കേണ്ടി വന്നു, വെറുതെ വേണ്ടാത്തരത്തിന് പോയതുകൊണ്ട് എന്ന് കൂട്ടത്തിലുള്ളവരൊക്കെ ശപിച്ചു കാണണം. അങ്ങനെ എല്ലാവരുടെയും ശാപവും ഏറ്റുവാങ്ങി അവസാനം പോകുന്ന യാത്രയിൽ വഴിയിൽ വെച്ച് മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അയാള്. ബാക്കിയുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാലോ
കുറച്ചുപേർ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് യമനിൽ തിരിച്ചെത്തുന്നുണ്ട് കുറച്ചുപേർ. എന്തിനാണെന്നറിയോ? യമനിൽ പോയി ആളുകളോട് ഈ സംഭവം പറയാൻ, ഞങ്ങൾ പോയിട്ട് ഇന്നതാ ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ആളുകൾ ഈ സംഭവത്തെപ്പറ്റി അറിയില്ല. ഇത് ഒരു ചരിത്ര സംഭവമായി നിലനിൽക്കണം. അള്ളാഹുവിന്റെ അമാനുഷികമായ കഴിവിന്, അപാരമായ കഴിവിന് അള്ളാഹു ഇതിനെയൊക്കെ കാത്തുകൊണ്ടിരിക്കുന്നതിന് തെളിവായി ലോകത്തിന് മുന്നിൽ അറിയപ്പെടണമെങ്കിൽ എല്ലാവരും കൂടി അവിടെ മരിച്ചാൽ ശരിയാവില്ല. അതാണ് അള്ളാഹ് തീരുമാനിക്കണേ. ഈ വിവരം നാട്ടുകാരെ അറിയണം. അപ്പോ സ്വാഭാവികമായിട്ടും അബ്രഹത്തും കൂട്ടരും തോൽപ്പിച്ച് ഇങ്ങനെ മുന്നേറിപ്പോയതാ. പിന്നെ ഓലും ആനയെല്ലാം കൂടി തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും അറബികളൊക്കെ നോക്കണ്ട, ആരാ പോണ്? കാബ പൊളിക്കാൻ പോയ ഒരാളപ്പോ പോണത്. എന്തേ പോൽക്ക് പറ്റിയത്? ഒക്കെ അതാ ചിലത് മരിച്ചു വീണ്, ആരും തിരിഞ്ഞു നോക്കണമെന്നില്ല, ബാക്കിയത് അങ്ങോട്ട് പോണ്. എന്തേ സംഭവം? അറബികൾ അന്വേഷിക്കുകയാണ്. എന്താ സംഭവം? കാബ പൊളിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഏറ് കിട്ടി, പക്ഷികളെ മാതിരി എന്തോ കണ്ടുപോലും. അതങ്ങനെ ആ റൂട്ടിലുള്ള എല്ലാ അറബികളും കേൾക്കുക. അതായത് ഇതൊരു കള്ളക്കഥയാണ്, ഇതൊരു സംഭവിക്കാത്ത കാര്യമാണ് എന്ന് പിന്നൊരിക്കൽ ലോകം നിഷേധിക്കരുത്. അതിനുള്ള തെളിവുണ്ടാക്കി കാണല്ല. അതിങ്ങനെ അങ്ങോട്ട് വരിക. എന്നിട്ട് യമനിലെത്തിയിട്ട് കൂട്ടുകാരെ അറിയിക്കുകയാണ് ഇവര്, ഞങ്ങൾ പോയിട്ട് സംഭവിച്ചതിൻ്റെതാണ്, ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായി. എന്നിട്ട് അബ്രഹത്ത് വഴിയിൽ വെച്ച് ചത്തു, പോരാൻ കഴിഞ്ഞില്ല, ബാക്കി ഞങ്ങളൊക്കെ എവിടെയാണ്, ഞങ്ങൾ എപ്പോഴാ മരിക്കാന്നറിയില്ല. അങ്ങനെ ആ സംഭവം അവസാനിക്കുകയും ചെയ്തു. ഇതാണിപ്പോ ഈ ആനക്കാലക്കാരാണ് സംഭവം നടന്നത്. ഖുർആൻ അവരുടെ നാശത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് നോക്കൂ, വൈക്കോൽ തുരുമ്പുമാരിയായിരുന്നു. ഒന്നിനും പറ്റാത്ത കോലത്തിലാക്കി മാറ്റിയവരെ ആകത്തു, പിന്നെ തകർന്ന് തരിപ്പണമായി പോയി ആ സൈന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ വിശദീകരിക്കുകയും ചെയ്തത്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം, ഇങ്ങനൊരു സംഭവം സംഭവിക്കാമോ എന്നുള്ളതാണ് ഇപ്പോ കാര്യമായിട്ട് ഇപ്പൊ നമ്മളെ തലയിലൊക്കെ കുടുങ്ങാം. എന്താ പറഞ്ഞത്? ഒരു സൈന്യം കാബ് പൊളിക്കാൻ വന്ന്, കാബ് ബഹാരത്തപ്പെട്ടൊക്കെ തന്നെ, എന്നാൽ ഒരു സൈന്യം ഇങ്ങനെ കാബ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോ ആന നടന്നില്ലോ. മുന്നോട്ട് പോയപ്പോ ആന നടന്നില്ല, തെക്കോട്ടും വടക്കോട്ടും പോയപ്പോ ആന നടന്നു. അല്ലാത്തൊരു കഥയിപ്പോയി. എന്നിട്ട് പിന്നെ ആകാശത്ത് പക്ഷികൾ വന്നു. എന്നിട്ട് അവര് കല്ലെടുത്തെറിഞ്ഞു, ചുട്ടുപഴുത്ത കല്ലുകൊണ്ട് എറിഞ്ഞു. എന്നിട്ട് ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വല്ല മുത്തശ്ശി കഥകളെ മാതിരി ഉണ്ട് ആ വർത്തമാനം കേട്ടാല്. അപ്പൊ ഖുർആനിൽ ഈ ജാതി കഥകളും ഉണ്ടില്ലേ? ഈ ജാതി അങ്ങനെ പെട്ടെന്നൊന്നും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കഥകളും ഉണ്ടില്ലേ ഖുർആനില്? ഇതൊക്കെ ഇപ്പൊ ഖുർആനില് എന്നൊരു ധാരണ വരികയും തൊള്ളോണ്ട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി മനസ്സിന്റെ ഉള്ളില് എന്താ ഇതൊക്കെ ഒരാളോട് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? എടാ, ഞങ്ങളെ കയവ് പൊളിക്കാൻ വേണ്ടി മുമ്പ് അബ്രഹത്തും കൂട്ടരും വന്നിട്ട് അങ്ങോട്ട് നടുക്കാൻ കഴിഞ്ഞില്ല, അവിടെ അങ്ങനൊക്കെ ഉണ്ടായി എന്ന് പറയാൻ പറ്റും? ഇതാണ് ഇപ്പൊ നമ്മളിടയിൽ ഉണ്ടാകുന്ന സംശയം. ആ സംശയത്തിന് യാതൊരു അർത്ഥവുമില്ല, പ്രസക്തിയുമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം നടക്കുക വാശിയിലാ നടക്കണേ. വാശി എന്ന് പറഞ്ഞാൽ നബിയും സഹാബികളും ഒരു ഭാഗത്ത് ന്യൂനപക്ഷമായി നിൽക്കുന്നു, മക്കയിലെ പ്രമാണിമാരും മുശ്രിക്കുകളും കൂടി ബഹുഭൂരിഭാഗം ഇപ്പുറത്തും നിൽക്കുന്നു. ഈ നബി സത്യസന്ധനല്ല, കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ വഴിയുണ്ട് എന്ന് മെനക്കെട്ട് ആലോചിക്കാം. മക്ക മുശ്രിക്കുകൾ മെനക്കെട്ട് ആലോചിക്കുകയാണത്. ഭ്രാന്തനാന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ വർത്താനം കേട്ടിട്ട് ഭ്രാന്തല്ല, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പോണില്ല. കവിയാന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ അത് കവിതന്റെ സ്വരത്തിലല്ലാന്ന് അവലെ കൂട്ടത്തിലെ കവികൾ തന്നെ പറഞ്ഞാളുക. പിന്നെ മായാജാലപ്പണിയാണ്, ഇത് സിഹിറാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആരോ ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആരോ ഇവനക്ക് എവിടുന്നോ പറഞ്ഞു കൊടുക്കണമെന്നാണ്, ഏറ്റുപാടുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല വഴിയും ഇവര് മെനക്കെട്ട് നോക്കുന്നുണ്ട്. അതായത് നബിയെ തോൽപ്പിക്കാൻ എന്ത് കിട്ടിയാലും ഉപകാരപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിന്നെ നോക്കി നടക്കുകയാണ് അവര്. ഈ സന്ദർഭത്തിൽ ഈ സംഭവം നടന്നതിന് ദൃക്സാക്ഷികളായ ആൾക്കാർ ഈ ആയത്തിറങ്ങുമ്പോൾ മക്കയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നബിന്റെ കൂട്ടത്തിലുണ്ട്, അവരെക്കാളേറെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായവര് ഏത്? നബി ആനക്കലഹ വർഷം 1-ാം കൊല്ലം ജനിച്ചെന്നാണ് എല്ലാവരും പഠിച്ചു വെച്ചത്. അതിന്റെ അർത്ഥം എന്താ? ഈ സംഭവം നടന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം നടക്കുന്നത്. ആ വർഷത്തിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആൾക്കാർ ഈ ആയത്തോതും അവിടെ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനാണെന്നും പറഞ്ഞുകൊണ്ടൊരു നോണ ഓല മുന്നിൽ ഓതിയാൽ ആ ആൾക്കാർ വെറുതെ വിടുവോ? അത് സങ്കല്പിച്ചു നോക്കൂ. ഈ സൂറത്തിൽ പറയുന്ന ഈ സംഭവം ഈ അർത്ഥത്തിൽ ശരിയല്ലെങ്കിൽ ഖുറൈശികൾ വെറുതെ വിടും. മുക്കാൽ ശരിക്കുകള് എന്താ മാമലജി, ഞങ്ങൾക്കൊക്കെ അറിയേണ്ട ഒരു കാര്യത്തെപ്പറ്റി, പരലോകത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല നിൽക്കുക. ഇബ്രാഹിം നബിന്റെ കഥ ഇങ്ങനെ പറയില്ല, ഞങ്ങൾക്ക് അറിയില്ല നിൽക്കുക. ഞങ്ങൾ കണ്ടൊരു കാര്യമില്ല, ഇങ്ങനെ നുണ പറഞ്ഞാലോ എന്ന് പറയില്ല പോലും. രറ്റ കുട്ടി മിണ്ടിയില്ല. ഈ സൂറത്തിനെ പറ്റി മക്കാ മുശ്രിക്കുകൾ എന്തെങ്കിലും മറുത്തു പറഞ്ഞോ? ഒരു കുട്ടി ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞില്ല.
എതിരഭിപ്രായം പറഞ്ഞില്ല, അവരൊക്കെ അംഗീകരിച്ച സംഭവം അങ്ങനെ തന്നെയെന്ന്. ഇതിനെതിർക്കാൻ ഇതിനെ അവിശ്വസിക്കാൻ നമ്മളെക്കാളും അർഹത ആർക്കാ? ഈ സംഭവം കണ്ട് ജീവിച്ച ആളുകളുണ്ട് അവിടെ, ഈ സംഭവത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച ആളുകളുണ്ട് അവിടെ. ആ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഖുർആൻ ഈ വചനം ചൊല്ലിക്കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് ഓല് പറഞ്ഞ അങ്ങനൊക്കെ തന്നെ ഉണ്ടായത്. പിന്നെ നമ്മളെന്തിനെ എതിർക്കുന്നു? പിന്നെ നമ്മളെങ്ങനെ വിശ്വസിക്കുന്നു? ഈ സംഭവം അവിശ്വസിക്കാൻ ഏറ്റവും അർഹർ അവരാ. പക്ഷെ അവരാരും എതിർത്തില്ല. എന്തുകൊണ്ട് എതിർത്തില്ലാന്നോ? എതിർത്തിട്ടില്ല എന്നോട് പറഞ്ഞു. എതിർത്തെങ്കിൽ ചരിത്രത്തിൽ കാണും. എതിർക്കാതെ വെക്കൂല്. അത് ഓലെപ്പറ്റി മഹത്വം പറഞ്ഞോട് എതിർക്കാവുന്ന അല്ല, അവരെതിർക്കും. കാരണം നബിനെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ ഉപയോഗപ്പെടുത്താന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാല. ആ കാലത്ത് ഈ ഖുർആൻ ഈ സംഗതി പറഞ്ഞിട്ട് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്ന പലരും അവിടെ ജീവിച്ചിരുന്നിട്ട് അവരാരും എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതൊരു ചരിത്ര സംഭവമായി ഈ കാര്യത്തെപ്പറ്റി എതിർക്കാൻ നമുക്കെന്ത് അവകാശമുള്ളത്? അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടായി നമ്മൾ അംഗീകരിച്ചേ പറ്റും. പോലാരും എതിർക്കാത്തത്. പിന്നെപ്പോ അതിൽ ചിന്തിക്കാനുള്ളത് ഇങ്ങനൊക്കെ ഇപ്പൊ ഉണ്ടാവുമോ? അങ്ങനെ നടക്കാതെ അങ്ങനെയൊക്കെയാണ്. ആട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പരിശോധിക്കൂ. അവിടെ ഹിജറയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ യാത്രയിൽ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടി അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് അങ്ങനെ മദീനയിലേക്കുള്ള യാത്ര തുടരുമ്പോ പിന്നാലെ സുറാഖ പിടിക്കാൻ വേണ്ടി വന്നില്ലേ? സുറാഖ പിടിക്കാൻ വേണ്ടി വന്നപ്പോ എന്താ ഉണ്ടായത്? സുറാഖന്റെ ഒട്ടകം നബിന്റെ അടുത്തേക്ക് എത്തുന്നതിന് കുറച്ച് ദൂരപ്പുറത്തെത്തിയപ്പം പിന്നെ മണല് കാലാണ്ട് പൂണ്ടിട്ട് അവിടെ വീണ്. സുറാഖ വളരെ മടിപ്പെട്ടിട്ടും ആ ഒട്ടകത്തിന്റെ കാല് വന്നിട്ട് സാധാരണ ഉണ്ടാവണം ഒട്ടകത്തിന്, പക്ഷെ കിട്ടിയില്ല. മുന്നോട്ട് നടക്കില്ല ഒട്ടകം. ഒട്ടകം അങ്ങോട്ട് തിരിക്കുകയും ഇങ്ങോട്ട് തിരിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഒട്ടകം പിന്നെ നടക്കണമുണ്ട്. ഇത് സുറാഖ ശരിക്കും അനുഭവിക്കുകയും അവിടെ പോയിട്ട് തിരിച്ചു പറയുകയും ചെയ്തു. മക്കയെ പോയിട്ട് പറഞ്ഞു 100 ഒട്ടകന്റെ കാക്കൽ കിട്ടിയത് പോയതാ. കാരണം 100 ഒട്ടകം കിട്ടുന്നാണല്ലോ നബിനെ പിടിച്ചു കൊടുക്കുന്നവർക്കോലോ ഇത് ഓഫർ. ഞാൻ നബിന്റെ അടുത്തെത്തിയത് എന്ത് ചെയ്യാനാ, അങ്ങോട്ട് എത്തണ്ടേ. അവസാനം സുറാഖ നബിനോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ ആ സന്ദർഭത്തിൽ, എനിക്ക് മനസ്സിലായത് അള്ളാന്റെ കാവലാണ് എനിക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ ഈ ഒരു കാര്യം എനിക്കൊരു അഭയത്തിന്റെ സ്വഭാവത്തിൽ ഇതിനെ സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഞാനും നിങ്ങളുമായി ഇനി കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ ഒരു സാഹചര്യത്തില് എന്നെപ്പറ്റി മുസ്ലിങ്ങൾക്ക് ഇന്നെ പിടിക്കുന്ന അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുന്ന ഒരു സ്വഭാവമില്ലാത്തൊരു ചുറ്റുപാടിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു ഓഫർ അവർ ഡിമാൻഡാ വെക്കണേ. അതായത് എനിക്ക് തന്നെ പിടിക്കാൻ കഴിയില്ല, എനിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഒട്ടകത്തിനെ ശരിക്കും പരിചയിച്ചവനാ, ഇത് വല്ലാത്ത വേറൊരു കാവല, എനിക്ക് ശരിക്കും ബോധ്യപ്പെടാന്ന് അവൻ പറഞ്ഞേ. അങ്ങനെ സംസാരം നടത്തിട്ട് അവൻ തിരിച്ചു പോണേ. അംഗീകരിക്കുകയാണ് അവര്. ഇത് നമ്മൾ അംഗീകരിക്കുന്നുവല്ലോ, സമ്മതിക്കുന്നുവല്ലോ. കാരണം എന്താ? ഇത് ഉദ്ധരിക്കുന്നതും സംഭവിച്ചതും ഒക്കെ ഒരുപാട് പരമ്പരകളിലൂടെ വന്ന ചരിത്രമാണ്, വെറുതെ കെട്ടുകഥയില്ല. എങ്കിൽ അതുപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ആന അടക്കാതെ പോകുന്നു, അവിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊപ്പം ഇതിൽ അവിശ്വാസം ഉണ്ടെന്ന് വിചാരിച്ച് പറയല്ല ഞാൻ. ഇങ്ങനെ ഒരാൾ ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഇളകണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. അതുപോലെ തന്നെ ആകാശത്തുനിന്ന് പക്ഷികളെല്ലാം കൂടി വന്നിറങ്ങി. ബദർ യുദ്ധത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയവരാ നമ്മള്. മലക്കുകൾ ഇറങ്ങി എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. മലക്കുകൾ ആ യുദ്ധസമയത്ത് ഇറങ്ങുകയും മുസ്ലിങ്ങളുടെ പക്ഷത്ത് സഹായികളായി ഉണ്ടാവുകയും ചെയ്തെന്ന് ഖുർആൻ പറയും. മലക്കുകൾ വന്നില്ലല്ലോ, കുറച്ച് പക്ഷികളെല്ലാം വന്നുള്ളൂ. എന്തിനാ നമ്മളത് വിശ്വസിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ജിബ്രീൽ ഇടക്കിടക്ക് വരാറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇടക്കിടക്ക് വരാറുണ്ട്, ഭർത്താവിന്റെ വർത്തമാനം എത്തിയിരുന്നു. ഇത് അള്ളാന്റെ വർത്തമാനങ്ങളാണ് അള്ളാഹു എത്തിച്ചു കൊടുത്താന്ന് വിശ്വസിച്ച് നമുക്ക് ഖുർആന്റെ ബാക്കി വാക്ക് വിശ്വസിക്കാമെന്നും കുറച്ച് പക്ഷികൾ അള്ളാഹ് അർത്ഥം വിശ്വസിച്ചുകൂടാന്നോ? ഇതെങ്ങനെ നോക്കുക? ഒരു മനുഷ്യന്റെ സമീപത്ത് ഒരു മലക്ക്, നമ്മളാരും കണ്ടില്ല, ഒരു മലക്ക് ഇടക്കിടക്ക് വന്ന് പടച്ച തമ്പുരാന്റെ വാക്കുകൾ ചൊല്ലിക്കൊടുത്തു എന്നും അതാണ് ഈ ഖുർആനിലെ വാചകങ്ങളെന്ന് മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്നവരാ നമ്മളൊക്കെ. എന്നിട്ട് അതൊക്കെ വിശ്വസിക്കാതെ അതിലെ സൂറത്തിൽ പറഞ്ഞ ഒരു സംഭവം മാത്രം നമുക്ക് വിശ്വസിച്ചുകൂടാന്നോ? ഒരേതാനും പക്ഷികളെ പറഞ്ഞയച്ചെന്നുള്ളത്. ഇതിലേതാ ഗൗരവപ്പെട്ടതോ? ജിബ്രീൽ ഇടക്കിടക്ക് വരലിൽ നിന്ന് തന്നെ ഗൗരവപ്പെട്ടത്. അത് വലിയ ഗൗരവപ്പെട്ടതാ. പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം മനുഷ്യൻ കള്ളം പറയാത്തതുകൊണ്ടും ഈ വർത്താനം മനുഷ്യന്റേതാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും നമ്മളെ വിശ്വസിക്കുന്നത്. അപ്പോ അബാബിൽ പക്ഷികൾ അയച്ചു തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ഇനിയിപ്പോ ആകെ കൂടി ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ആ ജാതിയൊക്കെ പിന്നെ ലോകത്തുണ്ടാവാറുണ്ടോ? അങ്ങനെ പല യാദൃശ്ചികമായുള്ള അള്ളാഹുവിന്റെ രക്ഷകളും കാവലുകളും പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങള് ഈ മഹാന്മാരായ ഈ പിന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയോ അല്ലെങ്കിൽ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്ത ആളുകളുടെയോ ഒക്കെയുള്ള ഈ യോദ്ധാക്കളിലെ അതാത് കാലഘട്ടത്തിലെ മുസ്ലിം സൈന്യങ്ങൾ നയിച്ചിരുന്ന ആളുകൾ, അവരൊക്കെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഒരുപാട് യാദൃശ്ചികമായ കാവലുകൾ, രക്ഷകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നുവല്ലോ. ഞാൻ ഒരു ചെറിയത് പറയട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പോയി ഇങ്ങനെ നിന്ന് സൈന്യത്തിന് വേണ്ടി ഇങ്ങനെ നിന്നപ്പോ പിന്നെ തമ്പടിച്ചു പോയിട്ട് ബദറിന്റെ താഴ്വരയിൽ. ആ സമയത്ത് പിന്നെ ഒരു സഹാബി ഒന്ന് ചോദിക്കുകയാണ്, അല്ല ഈ നിർത്തപ്പോ ഈ യാത്ര തുടരാനുള്ള നിർത്തോ അതോ യുദ്ധം ഇവിടെ വെച്ച് നടത്തിയാൽ മതിയുള്ള നിർത്തത്തിലോ? നബി പറഞ്ഞു ഇവിടെ വെച്ച് നടത്തിയാൽ മതി, ഇവിടുന്ന് യുദ്ധം നടത്താം, ഇവിടെ നിൽക്കുക നമ്മൾ എന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരമുള്ള ആ സഹാബിന് പറയുന്നത്, പിന്നെ അത് പറ്റില്ല, ഇത് യുദ്ധത്തിന് പറ്റിയ സ്ഥലമല്ല, ഈ മണ്ണുണ്ടല്ലോ ഇവിടെ നിന്നിട്ട് യുദ്ധം ഉറച്ചു നിൽക്കാൻ പറ്റില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോകണം, അവിടെ ഈ ഭാഗത്ത് വെള്ളമുള്ള ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് കൈവശപ്പെടുത്തണം നമ്മൾ, എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ടിരുന്നാലേ യുദ്ധത്തിന് പറ്റുക. അത് അള്ളാന്റെ തീരുമാനമല്ലല്ലോ, അത് അല്ല അതിന്റെ തീരുമാനമാണ്. എന്നാ മുന്നോട്ട് പോകാനാ നല്ലത്, ശരി പോവാ. നോക്കൂ, ഇതൊരു യാദൃശ്ചികതയാണ്, പക്ഷെ ഇത് മനുഷ്യരിലൂടെ നടക്കുന്ന ഒരു യാദൃശ്ചികതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്നാണ് അള്ളാഹ് വഹ്യൊന്നും കൊടുത്തില്ല, ബദർക്ക് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, എവിടെ നിൽക്കണം ഒന്നും തീരുമാനിച്ചില്ല. പക്ഷെ ആ സഹാബി ഒന്ന് സംസാരിക്കുന്നു, സാഹചര്യം ഉണ്ടാവുന്നു, ആ യാദൃശ്ചികമായി തന്നെ മുന്നോട്ട് പോകുന്നു, അതുകൊണ്ട് മാത്രം യുദ്ധം ജയിക്കുന്നു എന്ന് വെച്ചാൽ ഒരു വലിയ കാരണമാണ് ആ യുദ്ധം ജയിക്കാൻ, അത് ആ സ്ഥലം മാറ്റമൊക്കെ. യാദൃശ്ചികതയ്ക്ക് ഉദാഹരണം പറഞ്ഞാണ് ഞാൻ, അള്ളാന്റെ കാവലിനല്ല, ഒരു യാദൃശ്ചികത. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ പറയുന്നത് ഖുർആനിൽ നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാം ആളെ കൊന്നിട്ട് ഇങ്ങനെ പിറ്റേന്ന് ഇങ്ങനെ നടക്കണ നേരത്ത് നക്സൽ മദീനത്ത് റജുലുൻ യസ്ആ, ആ പട്ടണത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മൂസ ആൾക്കാരെല്ലാം കൂടി എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഓടിക്കോന്ന്. അതിലാ മൂസാ നബി തിരിഞ്ഞു നോക്കാതെ ഓടുന്നത്, അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഓടുന്നത്. ഒരു യാദൃശ്ചികത, വെറുതെ ഒരാൾ വന്നിട്ട്, മുസ്ലിം ഒന്നുമല്ല കേട്ടോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഗുണകാംക്ഷയായ ഒരു മനുഷ്യൻ പാഞ്ഞു വന്നിട്ട് പറയാം, മൂസാ വിവരം രജിന്തങ്ങനെ നടക്കണവിടെ, എന്തടാ അന്നെ കൊല്ലാൻ പരിപാടിച്ചിട്ടുണ്ടല്ലോ, എല്ലാരും കൂടി ഒരുങ്ങി വരണ്ട്, എന്നെ കൊല്ലാനോ? ഓടിക്കപ്പെടുന്ന ഈജിപ്തിന്ന് ഓടുകയാണ്. എന്നിട്ടാണ് അങ്ങ് ദൂരെ പോയിട്ട് മദീനയിൽ പോയിട്ടെല്ലാം കൂടിയാന്ന്. ഇങ്ങനെ കുറെ യാദൃശ്ചിക ലോകത്ത് സംഭവിക്കാറ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആരെയും വലുതാക്കാൻ വേണ്ടി പറയല്ല ഞാൻ. ഒരു ചെറിയ സംഭവം പറയട്ടെ. ഇറാനിലെ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണല്ലോ അമേരിക്കൻ ബന്ദികളെ പിടിച്ചുവെച്ച സന്ദർഭത്തിൽ അമേരിക്കൻ കമാൻഡോകള് അവരെ മോചിപ്പിക്കാൻ വേണ്ടി അർദ്ധരാത്രി സമയത്ത് ഒരു കമാൻഡോ പ്രകടനം നടത്തിയ ഓർമ്മല്ലേ? ഒരു രാത്രി സമയത്ത് ടെഹ്റാൻ അറിയില്ല, ആരും അറിയില്ല, ഒരു കുട്ടി ലോകം അറിയില്ല. എന്താ ഉണ്ടായത്? ആ വിമാനം ആ മരുഭൂമിയിൽ മുഖം കുത്തി വീണ് ആ സംഭവം കഴിഞ്ഞതിന്റെ ശേഷം ബാക്കിയുള്ളവരൊക്കെ അറിയുന്നു. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ടെഹ്റാൻ അറിയില്ല, ഞാനതിന് അവരുടെ ആ വികാരം ഉണ്ടല്ല, ഇസ്ലാമിക സ്പിരിറ്റ് അതിനെ മാത്രമേ അംഗീകരിക്കുള്ളൂ, ബാക്കി അവർ ചെയ്തത് ശരിയോതുള്ള തെറ്റുള്ളതിനെ പറ്റിയല്ല പറയുന്നത്. അവിടെ നടക്കുന്ന ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ? അവർ വളരെ കാര്യമായി ലോകത്തിന് മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. എന്താ പിടിച്ചു നിൽക്കുന്ന? ഈ ബന്ദികളെയും കൊണ്ടാ കളിക്കുന്നത്. അവർ സമാധാനത്തിന് നിൽക്കുകയാണ്. പക്ഷേ ടെഹ്റാന്റെ റഡാറിൽ എവിടെയും കാണാതെ ആ ഒരു കുട്ടി, ലോകത്തൊരു കുട്ടിയും അറിയാതെ അമേരിക്കൻ കമാൻഡോകൾ വളരെ സുരക്ഷിതമായി കിലോമീറ്ററുകൾ അകലത്തിൽ എത്തിപ്പെടുന്നു. ഒരു ലേശം കൂടി കഴിഞ്ഞാൽ അവർ പിടിക്കും. പക്ഷേ അള്ളാന്റെ രക്ഷ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ആ വിമാനം അവിടെയാണ് തകർന്നു. സംഭവത്തിന്റെ ശേഷം അവരെ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നില്ലേ, ഇതിന്റെ മേലൊക്കെ വേറെടുത്തേണ്ടതുള്ള നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ എന്ന ധാരണ വരുന്ന അപ്പോഴാണല്ലോ. അള്ളാന്റെ കാവില്ല നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി. അത് അള്ളാഹുവിന്റെ രക്ഷ തന്നെ. ആ സന്ദർഭത്തിൽ അവർക്കത് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെന്താ ഇപ്പൊ ഒരു കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അത് അള്ളാന്റെ രക്ഷ അല്ലെങ്കിൽ വേറൊരു കാരണം പറയും, നമുക്ക് അത്ര വിശദീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാത് സന്ദർഭങ്ങളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ജൂതന്മാർക്കാണെന്ന് ചരിത്രത്തിൽ കാണുന്ന വാദമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മയ്യത്ത് കടൽ ഭാഗത്തുകൂടെ തുരന്നെടുത്തിട്ട് പ്രവാചകന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നുരുമ്പുകയില്ല, മണ്ണ് തിന്നു പോവുകയില്ല, അത് കേടുകൂടാതെ മണ്ണിനടിയിലുണ്ടാവും എന്ന് സഹീഹായ ഹദീസിലുള്ളതാണ്. അത് ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആ മയ്യത്ത് ജീവണ്ട് എന്നല്ല, കേടുകൂടാതെ അവിടെ കിടക്കുന്നു. അപ്പോ പിന്നെ കുറച്ച് കിലോമീറ്ററുള്ള കടൽക്കരയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ, അങ്ങനെ അതിഗൂഢമായിട്ട് കുഴിച്ചെടുത്ത് അടിയിലൂടെ തുരന്നെടുത്തിട്ട് ആ മയ്യത്ത് വീട്ടിട്ട് പോയാൽ, ആ മയ്യത്തുള്ളിൽ കൂടെ രക്ഷപ്പെടുത്തിട്ട് കൊണ്ടുപോയാൽ ലോകത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കാൻ സാധിക്കല്ലോ. ആ അപമാനപ്പെടുത്താലോ കാലാകാലത്തേക്ക്. എടാ അങ്ങള് പറഞ്ഞ നബിന്റെ മയ്യത്ത് ഞങ്ങളെ കയ്യിലാണ്, പെട്ടതിന് കേട്ടോ നിങ്ങൾ തിരിച്ചെടുക്കും. 30 ചുറ്റുപാടിൽ നമുക്ക് ചിന്തിച്ചുകൂടാനും. ആലിപ്പതാണ് ഈ ഒരു സാഹചര്യത്തിൽ. അത് യാദൃശ്ചികമായിട്ടാണല്ലോ അന്ന് ജീവിച്ചിരുന്ന ഭരണാധികാരികൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഇൽഹാമെന്നാ പറയാ, എന്താ പറയാന്ന് എനിക്കറിയില്ല. അവർക്കതിനെക്കുറിച്ച് ചിന്ത വരുന്നത് എന്ത്, ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ നമ്മുടെ ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തിയേക്കാമല്ലോ എന്ന ബോധം ഒരുമിച്ച് ചിന്ത ഉണ്ടാകുവാനുള്ളവരിൽ പലർക്കും. അങ്ങനെയാണല്ലോ സംഭവം. അത് വിശദീകരിക്കാൻ പറ്റിയ സന്ദർഭമല്ലല്ലോ ഇത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഈ റൗള ഷരീഫിന്റെ
വളരെ ദൂരത്തോളം സ്ഥലങ്ങളിൽ കടൽക്കരയോളം താഴെ വരെ അവര് സൗദി രാജാവിന്റെ കാലഘട്ടത്തിൽ കുഴിച്ച് പിന്നെ വലിയ കോൺക്രീറ്റുകൾ കൊണ്ട് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടൊന്നും തുറന്നെടുക്കാൻ പറ്റാത്ത വിധത്തിൽ കോൺക്രീറ്റ് ഭിത്തികൾ കുറെ ദൂരം ആ കാണുന്ന ആ സമുദ്രമല്ല അതിന്റെ കുറെ ദൂരം അപ്പുറത്തേക്ക് കുഴിച്ച് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കെട്ടി കൊണ്ടുവന്ന് അവസാനം ഈ 3 കബറും കൂടി ഉൾക്കൊള്ളുന്ന ആ ഭാഗം അതിനേക്കാൾ സുരക്ഷിതമായ നിലക്ക് വളരെ താഴെ നിന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ട് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതിനെപ്പറ്റി പിന്നെ അന്വേഷിച്ചപ്പോൾ വിവരം എന്താ അറിയോ? പ്ലാൻ ഉണ്ടായിരുന്നു, സിയോണിസ്റ്റുകൾക്ക് ജൂതായുസത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാ, നടക്കും ചെയ്യായിരുന്നു എന്നാ. നടക്കുമല്ലോ, കാരണം എണ്ണ കുഴിക്കാനാണെന്ന് വേറെ എന്തെങ്കിലും കുഴിക്കാനാണെന്ന് പറഞ്ഞ് കുഴിച്ചാ പോരെ വെറുതെ. ഈ വരുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്, ഇവിടെയൊക്കെ കടന്നു വരുന്നവര്. ക്രിസ്ത്യാനികളുടെ പാസ്പോർട്ടിൽ പലപ്പോഴും ജൂതന്മാർ ഇഷ്ടംപോലെ കടന്നു വരുന്നില്ല അറബ് രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ പ്ലാൻ, ഇതൊക്കെ ഒരു വെറും യാദൃശ്ചികമായി മാത്രം മുസ്ലിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കാവൽ നടന്നതാണ്. അപ്പൊ അതങ്ങനെ പലതും നടക്കാറുണ്ട്. നമുക്കും ഉണ്ടല്ലോ അങ്ങനെ പല കാവലുകളും. അള്ളാഹുവിന്റെ പലപ്പോഴൊക്കെ ഇതിൽ ആലോചിച്ച് നോക്കൂ, ആദർശമായി കിട്ടാറുണ്ട്. അപ്പൊ അതിൽ നമ്മള് അവിശ്വസമില്ല. എന്റെ ഇത്രയധികം ഇപ്പൊ ഞാൻ കിട്ടേണ്ടി വന്നതെന്നറിയോ? ഈ ഖുർആനിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത്തരം അമാനുഷികമോ അസാധാരണമായി തോന്നുന്ന സംഭവങ്ങളൊക്കെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിലൊക്കെ സംശയിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബോധത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷണമായി കാണുകയും അതാരെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത വല്ലാതെ കാണുന്നതുകൊണ്ടാണ് ഞാൻ ആ വശത്തേക്ക് പോയത്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഖുർആനിൽ പറഞ്ഞ് വിശ്വസിക്കുന്ന നമുക്ക് ഇത് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി ആയത്തിലേക്ക് വരട്ടെ. അലം തറ, നീ കണ്ടില്ലേ? നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ നീ കണ്ടില്ലടാന്ന് ചോദിക്കാൻ പറ്റുന്ന കുറെ മനുഷ്യന്മാർ അവിടെ കാലത്തുണ്ട്. അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ തന്നെ ചോദിക്കണേ, നീ കണ്ടില്ലേ എന്ന്. അപ്പൊ അവിടെ വയസ്സന്മാരോട് ചോദിച്ചാൽ മതി, നീ കണ്ടില്ല, നിങ്ങൾക്ക് അറിയില്ല ഇത് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് മോനെ എന്ന് പറഞ്ഞോളൂ. പറഞ്ഞേ അലം തറ, കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരോട് നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എനിക്ക് കണ്ടില്ലേ? എന്താ കുത്ത് എന്ന് മനസ്സിലായി, അതിന്റെ ഉള്ളിലെ ഇത് മനസ്സിലായില്ലേ? ആനക്കാര് വന്നപ്പോ ഈ കഅബയെയും ഈ മക്കയിലെ ആൾക്കാരെ രക്ഷിക്കാൻ ഏകനായ ഒരു പടച്ചവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ആ പടച്ചവനെ രക്ഷിച്ചിട്ട് നിങ്ങൾ ആരും രക്ഷിക്കാനില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ വലിയ മഹത്വം പറഞ്ഞിരിക്കണം, എല്ലാവരും പോയി ഒളിക്കല്ലടാ ചെയ്തത്. കൈഫ ഫഅല റബ്ബുക, നിന്റെ നബിയെ താങ്കളുടെ രക്ഷിതാവ് ആ ആനക്കാര് വന്നപ്പോ എന്താ ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? നബി പറയാണ്, എന്റെ രക്ഷിതാവ് ഈ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വന്നപ്പോ എന്താ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? എന്ന് വെച്ചാൽ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വന്നപ്പോ ആ കഅബയെ രക്ഷിച്ച റബ്ബ് ഏതാണോ ആ റബ്ബ് പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കണം നിങ്ങൾ. ഞങ്ങളാണ് രക്ഷിച്ചത്, നിക്കട, ഞങ്ങളാരും രക്ഷിച്ചില്ല, ഞങ്ങളെ ഒളിച്ചു പോവുക ചെയ്തത്. അതാ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഇനിയിപ്പോ നീ ഹക്കിലാണെങ്കിൽ തന്നെ ഹക്കിന്റെ പിന്നാലെ പിന്നെ സത്യത്തിന്റെ പിന്നാലെ കൂടേണ്ടത് നാട്ടിലെ മൂപ്പന്മാരായ ആൾക്കാരല്ലേ. ഇത് ഈ കഷ്ടപ്പെടുന്ന ദരിദ്രന്മാരായ ആൾക്കാരാണ് എന്റെ പിന്നാലുള്ളത്. അങ്ങനെ ഒരു സത്യം ഉണ്ടാവില്ല. സത്യം ധനവാന്മാരുടെ കൂടെ മുതലാളിമാരുടെ കൂടെ ഉണ്ടാവേണ്ടത്, ഇതുണ്ടാവില്ല. ഇതൊക്കെയാണ് ഒരു പൊങ്ങച്ചം പറഞ്ഞിരുന്നത്. അവരുടെ ആ കിബിറില്ലേ, ആ അഹന്തയായിട്ട് പൊട്ടിക്കാണ് ഖുർആൻ. അല്ലാഹ് പോയടാ, എന്ത് അഹംഭാവങ്ങൾ പറഞ്ഞത്, എന്ത് അർഹത നിങ്ങൾക്ക് ഇതിനുള്ളത്? നിങ്ങൾ വലിയ കഅബന്റെ ആൾക്കാർ, നിങ്ങൾ വലിയ വലിയ മഹാന്മാര്. ആ അബ്രഹത്തും കൂട്ടരും കൂടി ഇത് പൊളിക്കാൻ വേണ്ടി വന്നപ്പോ പടച്ചോനോട് ദ്വാരക്കല്ല നിങ്ങൾ എന്താടാ ചെയ്തത്? എന്നിട്ട് നിങ്ങളാണോ ഈ കഅബയെ പറ്റി അന്തസ്സും മഹത്വം പറയുന്നവര്? നിർത്തിക്കളിയത് നോക്കൂ. നിങ്ങളാളുണ്ടാകുക കഅബ നോക്കണവര്, കഅബ സംരക്ഷിക്കുന്നവര്, കഅബന്റെ ആൾക്കാർ. നിങ്ങൾ എന്തേ കഅബ സംരക്ഷിച്ചത്? കഅബ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തേച്ചു മിനിക്കലല്ലോ. അതിനൊരു ശത്രുക്കൾ ശിക്ഷിക്കാൻ വരുമ്പോ അത് രക്ഷിക്കലല്ലേ? നിങ്ങൾ എവിടെയായിരുന്നല്ലോ? പടച്ചവും വേണ്ടി ഒന്നില്ല ഇതിന്. അവരെ നേരെയാണ് പ്രധാനമായിട്ട്. എന്നിട്ട് എന്താണല്ലോ ചെയ്തത്? അത് പറഞ്ഞ് അവസാനിപ്പിക്കാതല്ലോ. ലോകത്ത് പിന്നാലെ വരുന്ന ജനങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവും വേണ്ടേ? മറ്റിങ്ങനെ പറഞ്ഞു നിർത്തിയാൽ മക്കാർക്ക് മനസ്സിലാവും, വന്നുള്ളവർക്ക് പിൽക്കാലക്കാർക്ക് മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ആ സംഭവം ഒന്ന് വിശദീകരിച്ച് കൂടാൻ. അലം യജൽ, അള്ളാഹു ആക്കിയില്ലേ കൈദഹും, അവരുടെ സൂത്രം. അവരുടെ എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെയും കൂട്ടരുടെയും സൂത്രം. എന്താണ് സൂത്രം? സൂത്രം എന്ന് ഉപയോഗിച്ചപ്പോ ഇവിടെ എന്താ? കഅബ പൊളിക്കുക, എന്നിട്ട് ഹജ്ജ് യമനിലേക്കാക്കി മാറ്റുക, അങ്ങനെ താൻ ഉണ്ടാക്കിയ ദേവാലയം ലോകപ്രശസ്തമാക്കി മാറ്റുക. ഇവന്റെ ആവശ്യം എന്താണ്? കഅബ പൊളിക്കലല്ലോ. ഇവന്റെ ആവശ്യം താൻ ഉണ്ടാക്കിയ ദേവാലയം ലോകപ്രശസ്തമാക്കി മാറ്റില്ല. അതിലിവൻ കണ്ടെത്തുന്ന സൂത്രമാണെന്ത്? കഅബ പൊളിക്കാന്നുള്ളത്. കാരണം കഅബ നിലനിൽക്കുന്നിടത്തോളം കാലം ഹജ്ജ് അവിടെ നടക്കുള്ളൂ, കഅബ പൊളിച്ചെങ്ങനെ മാറ്റുള്ളൂ. അതുകൊണ്ടാണ് സൂത്രം എന്ന് പറയാൻ കാരണം. കഅബ പൊളിച്ച് ഹജ്ജ് താൻ ഉണ്ടാക്കിയ ദേവാലയത്തിലേക്ക് മാറ്റി അത് പ്രശസ്തമാക്കി തീർക്കുക എന്ന തന്റെ സൂത്രം. ആ വിചാരമൊക്കെ തെളിയിൽ അള്ളാഹു തെളിയിലാക്കിയില്ലേ?
പിഴവാക്കിയില്ലേ, പാളിച്ചയിലാക്കിയില്ലേ, ഒക്കെ പൊളിച്ചില്ലേ? പൊളിച്ചല്ലോ. പൂതി നടന്നില്ല. പോയിട്ട് താനുണ്ടാക്കിയ ദേവാലയത്തിൽ സുഖമായിട്ട് ആരാധിക്കാനുള്ള നേരം കൂടി ആയുസും കൂടി കൊടുത്തില്ലല്ലോ. അന്ന് കണ്ടുക്കാനുള്ള ആയുസും കൂടി കൊടുത്തില്ലല്ലോ അല്ല. ആളത് ചെയ്തത് ആട് തീർന്ന് അവന്റെ പ്ലാൻ ഒന്നും നടക്കാതെ പോയല്ലോ. എന്നാ ചെയ്തത്? വാർസല അള്ളാഹു അയച്ചു അലൈഹിം, അവർക്ക് നേരെ തൊയരൻ പക്ഷികളെ അബാബിൽ കൂട്ടം കൂട്ടമായി. ഇനിയിപ്പോ അവിടെ നമുക്ക് ആ കാര്യമായിട്ട് ആലോചിക്കാനുള്ള എന്താ പറയാ, പക്ഷികൾ എവിടുന്നാ വന്നതെന്നാ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആലോചിക്കാൻ. ആലോചിച്ചിരിക്കാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നും പോയില്ല. അങ്ങനെ പറയാൻ കാരണം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം ചർച്ച ഇനിയിപ്പോ അവിടെ ഉണ്ടാകുക. എവിടുന്ന് എന്നാഞ്ഞിപ്പോ പക്ഷികൾ വന്നത്? അള്ളാഹു ആല. എന്ത് ജാതി പക്ഷികളെ തരുന്നത് നമുക്കറിയില്ല. പരുന്തായിരുന്നു. എന്തിനാ നമ്മൾ പരുന്താന്ന് പറയണത്? ഖുർആൻ പരുന്താന്ന് പറഞ്ഞില്ല. ഏതു തരം പക്ഷികളായിരുന്നു, എത്ര വലിപ്പമുണ്ടായിരുന്നു, എവിടുന്നാണ് വന്നത്, നമുക്കൊരു കഥയും മെനഞ്ഞെടുക്കാൻ വയ്യ. ഒരു പാടില്ല താൻ. അത് പറയാൻ കാരണം, ഒരു കഥാപ്രസംഗിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു പക്ഷെ ഇയാളത് കുറെ വലിച്ചു നീട്ടിയിട്ട് പക്ഷിയുടെ പേരൊക്കെ പറയും. അത് രാത്രി വയല് പറഞ്ഞൊരു മൊരേര കൈ കിട്ടിയാലും ചിലപ്പോൾ അങ്ങനെ പറയും. മോശാക്കി പറയില്ല. ഒരു മതപണ്ഡിതൻ അതിനെപ്പറ്റി വയല് പറയുമ്പോഴും ഒരു പക്ഷേ ശ്രോതാക്കളെ രസിപ്പിക്കാൻ വേണ്ടി വളരെ നീട്ടി പറഞ്ഞു വരും. നമുക്കൊരു നിവൃത്തിയില്ല. കൂട്ടം കൂട്ടമായി കുറെ പക്ഷികളെ എന്നുള്ള അർത്ഥത്തിലല്ലാതെ ഖുർആൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഏതാണ് ആ പക്ഷികള്? അത് അറിയാഞ്ഞാലും നമ്മളെ ഹിദായത്ത് പൂർത്തിയാവൂല എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ ഹിദായത്തിലാവൂല അറിഞ്ഞില്ലെങ്കിൽ തന്നെ. ഇനി ഏതാണ് ആ പക്ഷികളെന്നോ മരിച്ചു തന്നിട്ട് സൗകര്യം കിട്ടുമ്പോ നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നു ആ പക്ഷികൾ. ഇത്രേ വൃത്തിയുള്ളൂ. ഞാൻ പറയുന്നതിനാ ഖുർആനിൽ അങ്ങനെ പല സംഭവങ്ങളും. ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറയുന്നിടത്ത് ഒരു മരത്തിനോട് അടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഓരോരുണ്ടാവുള്ളൂ. ഏതാണ് ആ മരം? ഖുർആൻ പറഞ്ഞില്ല. എന്നാ മനുഷ്യന്മാര് വിടുവോ? ആ മരം അതേരുന്ന്, ഇതേരുന്ന്, ആപ്പിളേരുന്ന്, അത്തിയിരുന്ന്, അതാന്ന് പറഞ്ഞിട്ട് പിന്നെ അതാണ് ചർച്ച. അങ്ങോട്ട് പോവണ്ടെന്നർത്ഥം. ഒരു കൂട്ടം പക്ഷികൾ എവിടുന്നാണോ അള്ളാഹു ആലം. അള്ളാന്റെ സ്റ്റോക്കിൽ എന്തൊക്കെയുള്ളത് പഠിച്ചവർക്ക് തന്നെയല്ലേ അറിയുള്ളൂ. നമുക്കൊന്നും തീരുമാനിക്കാൻ വയ്യ. അത് അതാത് കാലത്ത് അള്ളങ്ങനെ പറഞ്ഞു വിടലിന്റെ ഓരോ സാധനങ്ങളെ അതിൽപ്പെട്ടതാണ്. മുമ്പൊക്കെ അള്ളാഹു ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി പല രൂപത്തിൽ പലതും ചെയ്തിരുന്നു. ഇപ്പോഴൊക്കെ അത് വേറെ രൂപങ്ങൾ കാഴ്ചപ്പിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പൊക്കെ ഭൂമി കുലുക്കം കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഇപ്പോഴുണ്ട് കുറേശ്ശൊക്കെ. ഇപ്പൊക്കെ അല്ല വിഷവാതകങ്ങളൊക്കെ ഇപ്പൊ അതിന്റെ വെട്ടിക്കലാണ്. മുമ്പൊക്കെ വിഷവാതകം കൊണ്ട് നശിപ്പിച്ചൊരു ചരിത്രം കാണാനില്ലല്ലോ. അതായത് ഇപ്പൊ ആദ്യ സമൂഹ ഗോത്രത്തൊക്കെ നശിപ്പിച്ചതൊക്കെ ഇപ്പൊ വിഷവാതകം കൊണ്ട് ഇതൊക്കെ ഉണ്ടോ? പക്ഷെ ഭോപ്പാലിലെ മനുഷ്യന്മാരെ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ടാ നമുക്കറിയാം? വിഷവാതകം കൊണ്ടാ. ഇനിയിപ്പോ എന്തൊക്കെ അള്ളാന്റെ കയ്യിലുള്ളത് അള്ളാഹ്ക്കറിയാം. മനുഷ്യന്മാരെ നശിപ്പിക്കാനും ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ അള്ള കണ്ടെത്തുന്ന മാർഗങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അതാത് സമയത്ത് അതായതായിരിക്കും. ഒരു ചരിത്രം നമ്മൾ തയ്യാറാക്കുക, മനുഷ്യന്റെ ചരിത്രം, ഇന്ത്യയിലെ മനുഷ്യന്റെ ചരിത്രം തയ്യാറാക്കി 100-100 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പറയേണ്ടി വരും ഭോപ്പാലിൽ കുറെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത് ഇങ്ങനെയായിരുന്നു, ഒരു വിഷവാതം ശിക്ഷിച്ചുകൊണ്ട്. അതൊരു വലിയ ശിക്ഷ തന്നെയല്ലേ? മനുഷ്യന്മാരിങ്ങനെ തുള്ളിച്ചാടി മഴ പെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോ ഭൂമി ആകെ കീഴ്മേൽ മറിച്ചു. മുമ്പൊരു കാലത്ത് മനുഷ്യന്മാര് മീൻ വാങ്ങാനും റേഷൻ വാങ്ങാനും റോട്ടിൽ ഇറങ്ങിയപ്പോ ഇങ്ങനെ മണത്തിട്ടാണ് മറിഞ്ഞിട്ടി വീണുന്നത് ആയിരക്കണക്കിന് മനുഷ്യന്മാര്. അത് അള്ളാഹുവിന്റെ ശിക്ഷ തന്നെയല്ലേ? പായായിരുന്നു മനുഷ്യന്മാര്. അതിനേക്കാളും വേഗതയിൽ കാറ്റടിച്ചിട്ട് വാതകം അതിന്റെ മുന്നിൽ ഓടി ആൾക്കാർ ഓടിയോടുത്ത് വെച്ച് മരിച്ചു. ഇതിപ്പോ മുമ്പ് ഖുർആനിൽ എവിടെ നമ്മൾ കാണുന്നില്ല ഇങ്ങനെ സംഭവം. പക്ഷേ അള്ളാഹു ഉപയോഗിച്ചു. ഇനി എന്തൊക്കെയാണ്? നമ്മൾ ഈ റോഡുകളിൽ ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അള്ള ഇപ്പൊ മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ കാര്യമായിട്ട് ഇറക്കിയത് ഈ 4 വീലേഴ്സും ഇതൊക്കെയാണ്, ഈ സ്പീഡൊക്കെ ആണെന്ന് തോന്നിപ്പോവാറ്. അതതിന്റെ ഒരു വഴിയാണല്ലോ. ചില ആൾക്കാർ മരിച്ചു വീഴുന്നു. ശിക്ഷ മാത്രമല്ല ആപത്തുകളുടെ ഓരോ വശങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉപയോഗിക്കുന്ന മാർഗങ്ങളെ നമുക്ക് നിജപ്പെടുത്താൻ പറ്റില്ല. പക്ഷികളെ അയച്ചിരുന്നു അത്ര തന്നെ, കൂട്ടം കൂട്ടമായി. തെർമിഹിം, ആ പക്ഷികൾ അവരെ എറിഞ്ഞിരുന്നു. ഇനിയിപ്പോ അവിടെ ഒരു സംശയം ഉണ്ടാവും, പക്ഷികൾ എങ്ങനെ എറിയോ? മനുഷ്യന്മാരല്ലേ എറിയുള്ളൂ. അതിൽ വലിയ കഴമ്പില്ലല്ലോ. കാരണം പക്ഷികൾ കുറെ കല്ലുകളോ വല്ല വസ്തുക്കളോ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് മേലെന്ന് ഇങ്ങനെ ഇട്ട് നിൽക്കുക. നമ്മളെന്താ സാധാരണഗതി പറയാ? കാക്കന്നെ എറിഞ്ഞെന്നാ പറയാ. കാക്ക ഒരു മാമ്പഴം കൊത്തിയിട്ട് നമ്മളെ മേല് കൊണ്ടുവന്ന് ഇട്ടാല് സാധാരണ പെട്ടെന്ന് പറയാ, നിങ്ങൾക്ക് മനസ്സിലാണോ? കുട്ടികൾ എടുത്തു പോകും. ഒരു കുട്ടി എന്താ പറയാ? കാക്കന്റെ മാങ്ങ കൊത്തിക്കൊണ്ടെന്ന് ഇട്ടെന്നല്ല പറയാ. കാക്കന്നെ എറിഞ്ഞെന്നാണല്ലോ ആ കുട്ടി അപ്പ പറയാ. കാക്കന്നെ എറിഞ്ഞു. കാക്ക എറിയടാ അമ്മ ഒരു മാങ്ങ വെറുതെ വീണാലും ശരി അങ്ങനെയുള്ള പറയാറ്. അപ്പൊ എറിയാന്ന് പറഞ്ഞാൽ കൊണ്ടുപോന്നിടുക എന്നേ അർത്ഥം മനസ്സിലാക്കണ്ടുള്ളൂ. ചുട്ടുപൊഴിപ്പിച്ച കല്ലുകൾ ഏതായിരുന്നു? കല്ലുകൾ എവിടുന്ന് കിട്ടി? പടച്ചവർക്ക് വിട്ടുകൊടുക്കല്ല, അവർ നിവൃത്തിയില്ല. എന്നിട്ട് അവസാനം അവരെന്തായി? അവർ ചുട്ടുപഴുത്തി വൈക്കോൽ തുരുമ്പുകൾ പോലെ ആയി തീർന്നു എന്നാണ് പറയുന്നത്. എന്റെ അർത്ഥം ആകെ പരാജയപ്പെട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കും? പിന്നെ സൂറത്തുൽ ഫീലിന്റെ ഉള്ളടക്കം എന്താന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ?
അബ്രഹത്തും സൈന്യവും ക്രിസ്ത്യാനിയായിരുന്ന അബ്രഹത്തും സൈന്യവും കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സന്ദർഭമില്ല. ചരിത്രത്തെക്കുറിച്ചാണ് ആ സൈന്യത്തുമായി വന്ന സംഭവത്തെയാണ് സൂറത്തുൽ ഫീലിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് അത് നമുക്ക് പറയാനുള്ളത്, മനസ്സിലാക്കാനുള്ളതാണ്. എന്താണ് ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം? എന്താ ഇതുകൊണ്ടുള്ള പാഠം? എന്താണ് മനസ്സിലാക്കാനുള്ള കാര്യം? എന്താ ഈ സൂറത്ത് കൊണ്ട്? ഒന്നും പഠിക്കാനില്ല, ഈ ഒരു ചരിത്രം പഠിക്കൽ മാത്രം. പ്രധാനമായി പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക്, നമ്മളെപ്പോലെയുള്ള ജനങ്ങൾക്ക് കാര്യമായി കിട്ടാനുള്ള എന്താണെന്നറിയോ? നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടാനുള്ളത് ഈ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത് എന്തിനാണെന്നറിയോ? ഖുർആൻ വിവിധങ്ങളായ വിഷയങ്ങളെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ വിഷയങ്ങളെ നമ്മളിപ്പോ എത്ര കണ്ടില്ലേ ഖുർആനില്? ആദ്യത്തെ 2 സൂറത്തുകൾ പ്രാർത്ഥനയായിരുന്നു. പിന്നത്തെ സൂറത്ത് പടച്ചോനെ പറ്റിയാ. പിന്നത്തെ സൂറത്ത് അബൂലഹബിനെ പറ്റിയാ. പിന്നത്തത് നബിന്റെ മരണവാർത്തയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാ. പിന്നത്തത് കാഫിറുകളോടുള്ള നയപ്രഖ്യാപന, ആദർശ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യത്തിന്റെ. പിന്നെ പറഞ്ഞ സ്വഭാവപരമായ ഒരു കാര്യം, നിങ്ങളെ അനാഥകളി നോക്കി മറ്റോ നോക്കിയൊക്കെ നടക്കണം. പിന്നെ പറഞ്ഞെന്താ? പിന്നെ അവിടെ ഈ ഖുർആൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കൗമുണ്ട് ഖുറൈശ്. അവരെപ്പറ്റി ലോകം പഠിച്ചെങ്കിലേ ഖുർആനിന് നബിനെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കൂട്ടരെപ്പറ്റി ജനങ്ങൾ ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനും വേണ്ടിയും അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം സൂചിപ്പിക്കാൻ വേണ്ടി ഖുറൈശ് എന്നൊരു പേരിട്ടുകൊണ്ട് കൊടുത്തു. അത് ഒരു വിഭാഗത്തെപ്പറ്റി, ഒരു വിഭാഗത്തിന്റെ ചരിത്രമാണ്, ഒരു കുടുംബത്തിന്റെ, ഒരു ഗോത്രത്തിന്റെ ചരിത്രമാണ്. സൂറത്തുൽ ഫീലോ ഒരു സംഭവത്തിന്റെ ചരിത്രമാണ്. ഇനി ഖുർആനിൽ എന്തൊക്കെയുണ്ട്? ഖുർആനിൽ പലതുണ്ട്. ഇങ്ങനെ വിഭാഗങ്ങൾ തിരിച്ചാൽ പല പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഖുർആനിലുള്ളത്. ആ കൂട്ടത്തിൽ ചരിത്രപരമായ ഒരു കാര്യത്തെപ്പറ്റി ഖുർആൻ പറയുന്നു. അങ്ങനെയും ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള പാഠം എന്താണ്? ഇവിടെയുള്ള പാഠം സൂറത്തുൽ ഖുറൈശ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹു ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത ചില പ്രത്യേക സുഖസൗകര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് അതിന് നന്ദി കാണിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. സൂറത്തുൽ ഫീലിലും അള്ളാഹു ചെയ്യുന്നത് അത് തന്നെയാണ്. എന്താണ്? ഖുറൈശികൾ എല്ലാ മഹത്വവും കഅബയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് കഴിഞ്ഞ സൂറത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ആ കഅബ നശിപ്പിക്കാൻ വന്നപ്പോ അത് നശിപ്പിക്കാൻ സാധിക്കാതെ പിടിച്ചു നിർത്തി എന്നുള്ളതും അള്ളാഹു ചെയ്തൊരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹു ചെയ്തു കൊടുത്ത ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഖുറൈശികൾക്കുള്ള ആ സന്ദർഭത്തിലെ പ്രധാന പാഠം അതാണ്. അള്ളാഹു ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹം, കഅബ പൊളിക്കാൻ സമ്മതിപ്പിക്കാതിരുന്നു എന്നൊരു വലിയ അനുഗ്രഹം, അത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ് ആ സൂറത്ത് കൊണ്ട് ചെയ്യാനുള്ളത്. നമുക്ക് പഠിക്കാൻ ഖുറൈശികൾക്കുള്ള ആ സന്ദർഭത്തിലെ പ്രധാന പാഠം അതാണ്. അള്ളാഹു ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹം, കഅബ പൊളിക്കാൻ സമ്മതിപ്പിക്കാതിരുന്നു എന്നൊരു വലിയ അനുഗ്രഹം, അത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ് ആ സൂറത്ത് കൊണ്ട് ചെയ്യാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് എന്താ? നമുക്ക് മനസ്സിലായി നമ്മളിപ്പോ അബ്രഹത്തും ഇല്ല ഇവിടെ, കഅബ ഇവിടെ അല്ല, എന്താ സംഭവിക്കാനുള്ളത്? നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ ഈ കാര്യത്തെപ്പറ്റി? അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ചില ചിഹ്നങ്ങളും മറ്റു ഏർപ്പാടുകളും ഒക്കെ അല്ലേ, അതൊക്കെ ഇപ്പൊ നമ്മൾ നശിപ്പിക്കാനും തകർക്കാനൊക്കെ വിചാരിച്ചാല് ഒരുപക്ഷെ തകർക്കാൻ സാധിച്ചില്ലാന്ന് വരും. അതൊക്കെ സംരക്ഷിക്കുകയും സുരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തതാണ്. അത് അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതായത് അമാനുഷികമായ, നമ്മൾ കണക്കാക്കാത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ രക്ഷ സഹായം, അഭയം നൽകല്, അത് ഈ ദുനിയാവിൽ ഏത് സന്ദർഭത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കാറില്ലേ? ഖുർആന്റെ കാര്യം എടുത്തോളൂ. ഖുർആൻ നശിപ്പിക്കാനും തകർക്കാനൊക്കെ കൂടി ഒരു കൂട്ടർ മെനക്കെട്ടാൽ അത് ഒരു പക്ഷേ നടപ്പിലാവാതെ വരും, ഒരുപക്ഷെ നല്ല തീർത്തും നടപ്പിലാവാതെ വരും. അങ്ങനെ അള്ളാഹുവിന്റെ ഈ അമാനുഷികവും അദൃശ്യവുമായ വിധത്തിലുള്ള ഈ അപാരമായ കഴിവില്ലേ, അതിനുള്ള ഈ അർത്ഥത്തിലുള്ള സഹായങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ജീവിതമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ ജീവിതമായിട്ട് ബന്ധമുണ്ട്. പടച്ചോനെ ഡോക്ടർമാരൊക്കെ പറയുന്നു ഞാൻ നാളെ മരിക്കുന്നു, കാരണം ഒരു കണക്കൂട്ടിട്ട് ഇതിന്റെ എല്ലാ ഏർപ്പാടും കഴിഞ്ഞിരിക്കണെന്നാണ്. അതോടുകൂടി നമ്മളൊക്കെ കൂടി ഇപ്പം മരിക്കുന്നു തീരുമാനിക്കണോ? അവിടെയും അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ തീരുമാനങ്ങളും നടപ്പിൽ വരികയും എന്തെങ്കിലും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായി ജീവിതം നീട്ടിക്കിട്ടുകയും ചെയ്യാം. ഈ പ്രതീക്ഷ നമുക്കപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? അവിടെയും സംഭവിക്കാം. അത് എല്ലാവരും പറയുന്നു നമ്മൾ പരാജയപ്പെടുമെന്ന്. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സാഹചര്യങ്ങൾ നോക്കും, ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാൻ തോന്നുന്നു. പക്ഷെ പരാജയപ്പെട്ടാലും പരാജയമല്ല ഷഹാദത്ത്, ഇതാണല്ലോ യുദ്ധരംഗം. പക്ഷെ എന്നിരുന്നാലും ശരി, പരാജയം എന്ന് മനസ്സിൽ വെച്ചാണോ യുദ്ധത്തിൽ നിൽക്കേണ്ടത്? അല്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഇതിന്റെ അപ്പുറമായി അള്ളാഹുവിന്റെ നടന്നുകൂടായികയില്ല എന്ന തീരുമാനിച്ച് നിൽക്കുക. ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം ആകെ തകർന്നിട്ട് തലാക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് കണ്ടോരൊക്കെ പറഞ്ഞു.
ബാപ്പയും പറഞ്ഞ എല്ലാരും പറഞ്ഞ തലാഖേ നിവൃത്തിയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം സങ്കല്പിക്കൂ. അവിടെയും നമ്മൾ പറ്റ നിരാശരാവണോ? ഇല്ല. എന്തെങ്കിലും ചില തീരുമാനങ്ങളും മാറ്റങ്ങളും ഒക്കെ അള്ളാഹു അവിടെ നടപ്പിലാക്കിയെന്ന് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ അനുഭവപ്പെടാറില്ല നിങ്ങൾക്ക്? ഒരു സംഭവം പറയട്ടെ. ഒരു സ്ഥാപനത്തിലെ ഒരു സീറ്റ്, ഒരു പോസ്റ്റിന് വേണ്ടി 2 പേർ മത്സരിക്കുന്നു. ഒരു പ്രൊമോഷന് വേണ്ടി, ഒരു സീറ്റിന് വേണ്ടി 2 പേർ മത്സരിക്കുന്നു. 2 പേർ മത്സരിക്കാൻ പറഞ്ഞാൽ 2 പേരും വേണ്ടപ്പെട്ടവരാണ്, 2 പേരും ഒരുപോലുള്ള ആളുകൾ, എല്ലാം കൊണ്ട് മൊത്തവര് ഒരു പ്രശ്നമായി തീരുന്ന ചുറ്റുപാടിലേക്ക് വരുന്നു. ഇതെന്താ കാണിക്കഞ്ഞ്, ഇതിൽ തീരുമാനം എന്താ നടക്കുക എന്നിങ്ങനെ അറിയാതെ നിൽക്കുമ്പോൾ കാണാം യാദൃശ്ചികം അതിലൊരുത്തന്റെ മരണം നടക്കുന്നു. ആ പ്രശ്നം കാണാതെ പരിഹൃതമാകുന്നു. ചുറ്റുപാടേ മാറി. എന്താണ് ഇതാവുക? തമ്മിൽ തല്ലും കച്ചറയും കൊലയും നടക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് പ്രശ്നം ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ കാണാം പെട്ടെന്ന് അതിൽ ഏതെങ്കിലും ഒരുത്തന്റെയോ ബന്ധപ്പെട്ടവന്റെയോ ഒരു മരണം സംഭവിക്കുന്നതോടുകൂടി ആ പ്രശ്നം, ആ രൂപം ഒക്കാണ്ട് മാറിയിട്ട് അത് വേറൊരു കോലത്തില് പരിഹൃതമായി തീരുന്നു കാണാം. കണ്ടോരും എല്ലാരും സംസാരിക്കുമ്പോൾ ഇത് ഇനിയിപ്പോ എങ്ങനെ തീരാന്നറിയില്ലല്ലോ, പ്രശ്നം എങ്ങനെ തീരാ, അപ്പൊ കാണാം വേറൊരു കോലത്തിൽ തീരുമാനം വരും. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഇതിനൊക്കെ അപ്പുറത്തായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആ അർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും ഒരു ബോധം. അതാണ് നമ്മൾ എന്തിനാ നിരാശരാവണെന്ന്. എല്ലാം പോയി കഅബ തകർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഖുറൈശികളെല്ലാം കൂടി മാളത്തിൽ ഒളിച്ച നേരത്ത് അള്ളാഹ് ഈ നിലക്ക് സഹായിച്ചിട്ടുണ്ട്. അത് വ്യക്തികളായ നമുക്ക് ആ സഹായം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. എല്ലാ വാതിലും മുട്ടി എല്ലാം അയിഞ്ഞ് ആത്മഹത്യ നിവൃത്തിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ ചിന്തിക്കാറ്, അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ പറയാറ്, അങ്ങനെയാണ് നമ്മളെ സമൂഹത്തിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇവിടേക്ക് എത്തിപ്പെടുക? എങ്ങനെയാണ് നമ്മളെ കൗമിൽ ഈ സംഗതി എത്തിപ്പെടുന്നത്? എന്താ പറയുക അവസ്ഥ? ഇതാണ് ഈ പ്രതീക്ഷ നഷ്ടപ്പെടുക. അള്ളാഹുണ്ട് ഇതിന്റെ ഒക്കെ മേലെ, അവൻ എന്തെങ്കിലും ഒരു വഴി തുറന്നു തരുന്നുള്ള വിചാരം കണ്ട് പോയിട്ട് അതൊരു കാട് കയറിയ സംസാരമല്ല. നമ്മളെ സമൂഹത്തിന്റെ കണക്കില് വളരെ നല്ല ശതമാനം ആളുകൾ, നിങ്ങൾ പത്രമെടുത്ത് വായിച്ചു നോക്കൂ, ഉമ്മയും മകളും കനച്ചാടി, മക്കൾക്ക് വശം കൊടുത്ത് ചാടി, ഒരുത്തം മരിച്ച് 2 ജീവനോടെ രക്ഷപ്പെട്ട്, കിണറ് കാണുമ്പോ കുട്ടി വിറക്കണ കോലത്തില് വാപ്പാനെ വെട്ടിക്കൊന്നും, അങ്ങനെ ആകെ കൂടി നൈരാശ്യം ബാധിച്ച് എന്താണ് ചെയ്യേണ്ടെന്നറിയാത്ത ഒരു തരം കോലം. ഇന്നും ഉണ്ടല്ലോ പത്രത്തിൽ ഏതൊക്കെ അങ്ങനത്തെ റിപ്പോർട്ട്, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഏതൊക്കെ 2 ആൾക്കാർ 3 ആൾക്കാരൊക്കെ ആത്മഹത്യ സംഭവമൊക്കെ. അതൊരു തരം ഇതാണ്. വിവാഹ ജീവിതം മോഹിച്ചിട്ട് വിവാഹ ജീവിതം നടത്താത്തവൻ നിരാശനായാൽ ആത്മഹത്യ, പരീക്ഷയെ തോറ്റ ആത്മഹത്യ, ജോലി കിട്ടാൻ ആത്മഹത്യ, എന്ത് കടബാധ്യത വന്നാൽ ആത്മഹത്യ, എന്നിട്ട് അത് വലിയ റിപ്പോർട്ടും മാന്യതയും. വായിക്കുന്ന നോവലുകളും എഴുതുന്ന ചെറുകഥകളും എല്ലാ സംഭവങ്ങളും ആത്മഹത്യ ആത്മഹത്യ. നമ്മളെ കുട്ടികളും പറയും വെറുതെയെങ്കിലും വാരികകളും കണ്ണിക്കണ്ട തോന്യാസങ്ങളും വായിച്ചിട്ട് ആത്മഹത്യ ആത്മഹത്യ. തൂങ്ങിച്ചെത്താൽ അതൊരു വലിയ പുണ്യകർമ്മം മാതിരി പത്രങ്ങളൊക്കെ വരുന്നു കണ്ടാല് അവർ 2 പേരും കൂടി ആ വീക്കിലിയും തൊക്കിൽ വെച്ച് വണ്ടിക്ക് മുന്നിൽ ചാടി എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത്വകർമ്മം ചെയ്ത മാതിരി. അല്ലെങ്കിൽ ആസിഡ് ബൾബ് 2 ആളും കൂടി നെഞ്ഞത്ത് വെച്ചിട്ട് 2 ആളും കൂടി ചിന്ന ഭിന്നമായാല് ഒരു പത്രത്തിന്റെ പകുതി, നിങ്ങൾക്ക് ഓർമ്മയില്ല മനോരമ റിപ്പോർട്ട് ചെയ്ത് മുമ്പൊരിക്കൽ ആ പത്രത്തിന്റെ പകുതി ഷീറ്റ് ഒന്നായിട്ട് ഈ ഒരു സംഭവം എഴുതിക്കാൻ ഏതോ 2 വിവരം കെട്ടവര് ഒരു ആസിഡ് ബൾബ് നെഞ്ഞത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിഴിഞ്ഞ് വീണ് മരിച്ചോല. എത്ര രസകരമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടാക്കണത്. ഇതിങ്ങനെ വായിക്കുമ്പോൾ മറ്റൊരു തോന്നി ഇതൊരു തരം ത്യാഗത്തിന്റെ, ഒരു തരം മഹത്വത്തിന്റെ മരണമാണെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്ത വരിക. എന്നിട്ടൊരു അവസരം കിട്ടി അങ്ങനെ മരിക്കാനും തീരുമാനിക്കുക. നമ്മൾ ആൾക്കാർ വഹിക്കും. ഇത് കൂടുന്നില്ല നമ്മുടെ സമൂഹത്തില്. മുസ്ലിങ്ങളിൽ മുമ്പ് മുസ്ലിങ്ങൾ ആ പഠിക്ക് പോകല്ലായിരുന്നു. അതൊരു മോശപ്പെട്ട പണിയാണെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയിരുന്നു. ഇപ്പൊ നിങ്ങളെ ഭാര്യമാരിരുന്ന് കച്ചറ കൂടിയൊക്കെ ശരിക്ക് അപ്പോൾ അപ്പ പറയല്ലേ ഞാൻ കണ്ടിച്ചാടുക, വെള്ളം മുക്കാനാ ചാടുന്നത്, ഞാൻ കണ്ടിച്ചാടുകാറില്ല, നോക്കി ഞാനും കുട്ടികളും കൂടി കണ്ടിച്ചാടുകയെന്ന് പറയും. എവിടെ നിസ്കാരപ്പായെന്നാ ഒരു പക്ഷെ പറയുന്നത് ഇത്രയും നേരം എന്നതിന് ശേഷം പറയാം ഞാൻ കണ്ടിച്ചാടുക, ഞാൻ അങ്ങനെ ആക്കും, ഞാൻ കെട്ടിത്തൂങ്ങും, ഞാൻ അങ്ങനെ ആക്കും. നമ്മളെ നാട്ടിലെ ആളുകളെ വായയിൽ വളരെ ആയി കാണുന്ന, സുലഭമായി കാണുന്നൊരു വാക്ക്. എന്ത് ഈമാൻ, എവിടെയാണിതുള്ളത്? അള്ളാഹിനെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആശയത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റി നിങ്ങൾ നിരാശരാവരുത്. ഒരു വാതിലടഞ്ഞാൽ ഒരു വഴി തുറന്നാൽ മറ്റൊരു വാതിൽ വരും. അത് പഠിപ്പിക്കുന്ന സൂറത്തുകളെ കൂടുതൽപ്പെട്ടതാ ഇതൊക്കെ. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ് ഈ അബ്രഹത്തെ സങ്കല്പിക്കൂ. അള്ളാഹു ഈ പക്ഷികളെ അയച്ചില്ലെന്ന് നോക്കൂ, എന്താണ് സംഭവിക്കുക? കഅബ തകരും, അത് തന്നെ. പക്ഷെ അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട് കഅബ എപ്പോഴാ തകരേണ്ടത്, ഏതുവരെ കഅബ നിലനിൽക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം വരെ കഅബ നിലനിർത്തും. അതിനുവേണ്ടി അള്ളാഹു വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യും. നമ്മളെ ജീവൻ
ആ ജീവൻ അള്ളാഹു നൽകിയതാണ്. അത് നശിപ്പിക്കരുത് അള്ളാഹ് തീരുമാനിച്ചതല്ലേ? അത് തീരുമാനിച്ച അള്ളാന്റെ വിധിയാണത്. നമ്മളെ നശിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിധി മറികടക്കരുത്. നമ്മൾ ജീവിതത്തിൽ തയ്യാറാവണം. മാവൂര് ആ ഗോളിയോർ റയൻസിൽ പിന്നെ സമരം നടന്നിട്ട് ഒരു സാധു കാക്ക മരിച്ചൊരു സംഭവം ആത്മഹത്യ. അധികൃതരുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ അയാൾ ആത്മഹത്യ ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ട് എന്താണ് അവൻ കാര്യമാവോ? ഇയാൾ പോവുകയാണ്. അവിടെ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് എന്താണുള്ള പത്രത്തിൽ ശ്രദ്ധിച്ചു. അവിടെ നിങ്ങൾ അന്ന് ആ മനോരമ പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഫോട്ടോ ഓർമ്മ ഉണ്ടോ? അയാൾ മരിച്ചപ്പോ അയാളെ വീട്ടിൽ 7 കുട്ടികളെങ്ങാണ്ട്, ചെറിയ കുട്ടികൾ, പാണും പെണ്ണും ഒക്കെ, ഉമ്മയുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ മയ്യത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം ആ പത്രം റിപ്പോർട്ട് ചെയ്തു. പിന്നെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു. ത്യാഗത്തിന്റെ ചിത്രമാണ്. എന്താന്നറിയാ ആ ആൾക്കാരുടെ മുഖത്തുള്ള ഒരു അടിക്കുറിപ്പ് എഴുതിയാല് വല്ലാത്തൊരു പണിയാ ചെയ്ത് ഞങ്ങളെല്ലാരും എടുത്ത് ഇണ്ടെങ്കിൽ എന്നോടെങ്കിലും പറയരുത്. ഇത്രയും കുട്ടികളെ വാപ്പായി ഉമ്മായി ഇന്നവിടെ ബാക്കിയിട്ടിട്ട് അവസാന കാലത്തിന് നോക്കാനുള്ള മോനെ ഇയും പോയി. ഉമ്മാന്റെ മനസ്സിലെ വികാരം. ഇയാൾക്ക് എന്ത് കിട്ടി? ഇയാളെ ജീവിതം ഇയാൾ തൊലച്ച്. ഈ ബാക്കിയുള്ളവരെ ഗതി എന്താ? അതിനാണ് ഇപ്പൊ നമ്മൾ അവസാനം തീരുമാനം കണ്ടെത്തി എല്ലാവരും കൂടി ചാവുകയാണ്. അതാണ് ഇപ്പൊ അതിനുള്ള സാഹചര്യം. പിന്നെ അവസാനം നീക്കുപോക്ക് പതാ. നിങ്ങൾ ആ രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മരിച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഒരാൾ ആ തീരുമാനം എടുക്കുമ്പോൾ അയാൾ ആശ്രയിച്ചു കഴിയുന്ന ബാക്കിയുള്ളവർ എന്തായി തീരാണ്? ഒന്നുമല്ല, തീർത്താ അപമാനം. നോക്കൂ, നിങ്ങൾ ആ കുട്ടികളെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ടോ? പക്ഷെ ബാപ്പ ആത്മഹത്യ ചെയ്തതാന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ ഉണ്ടാവണം എന്നല്ലേ, തെറ്റിദ്ധരിക്കരുത്. മനസ്സിലൊരു ഇതുണ്ടാവും, ആജാതി വീടാ. നോക്കൂ, നിങ്ങൾ ആകെ തീരും. ആ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും തൂങ്ങിയരിച്ച ഇയാളെ മോനാണ്. നോക്കൂ, നിങ്ങൾ ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ നടക്കുമ്പോ നമ്മളെ മുഹമ്മദ് വന്നിട്ടുണ്ട്. ഏത് മുഹമ്മദ്? തൂങ്ങിയരിച്ച ഓമാക്കാന്റെ മോൻ. ഈ കുട്ടി എന്താ പറയുന്നത്? ബാപ്പ തൂങ്ങിയരിച്ചതാണ് ഉമ്മ. കുട്ടി വിരയിലൊന്നും ചോദിക്കും. ബാപ്പ തൂങ്ങിയരിച്ചത് അമ്മ. വല്ലാത്തൊരു കുരുത്തം കെട്ട വാപ്പ. അയാൾ എനിക്കൊന്നും ചെയ്തുമില്ല, പോരാത്തൊരു ഈത്തപ്പേരുണ്ടാക്കി വെച്ച് കാലാകാലത്ത്. എവിടുന്നാ അത് തീരാ? വളരെ ചിന്തിക്കണം. എന്താ ഈ ആയത്തിലുള്ള ബന്ധം എന്നറിയോ? ഈ സൂറത്തേറ്റുള്ളത് ഇതിങ്ങനെ ഖുർആൻ പലയിടത്തും വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വഴികൾ അള്ളാഹു തുറന്നു തരിക ജീവിതത്തിൽ നിന്നുള്ള സാഹചര്യം ഉണ്ടാവും. കുറെ കഷ്ടപ്പെട്ടാൽ അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടാവും. അത് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് നമ്മൾ. ആ പാഠമാണ് നമുക്ക് ഗതിയിൽ കിട്ടാനുള്ളത്. അത് സമൂഹത്തിനുണ്ടാവും, വ്യക്തികൾക്കുണ്ടാവും. നമ്മളുമില്ല പലപ്പോഴും എന്തങ്ങനെ മുസ്ലിങ്ങൾ മാത്രം ദ്രോഹിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും എവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടാവും. കുറെ കാലം നമ്മൾ ലോകത്ത് വെറുതെ വിലസിയവരാ. നിങ്ങളത് മനസ്സിലാക്കണം. 8 നൂറ്റാണ്ട് ഇന്ത്യ കയ്യിൽ കിട്ടിയിട്ട് ഇസ്ലാമിക പ്രബോധനത്തിനല്ലേ നമ്മളെ പൂർവികന്മാരെ നേരം കണ്ട് നമ്മൾ കുറെ കുരുത്തക്കേട് നമ്മൾ ആൾക്കാർ ചെയ്തത്. അതിനുള്ള നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതങ്ങനെയാണ് ലോകത്തിന്റെ നീതി. അത് കുറെ കാലം നമ്മൾ അനുഭവിച്ചു തീരുമ്പോ തിരിച്ചൊരു കാലം വരും. മുസ്ലിങ്ങൾക്ക് അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കാലഘട്ടം ഇന്ത്യയിൽ തീരും. അത് ലോകനീതിയാണ്. അതങ്ങനെ വരും. നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കൽ എന്താണിത്? കുറെ കുരുത്തക്കേടും വേണ്ടാത്തരങ്ങൾ, തോന്നിയാസങ്ങൾ കുറെ ഉണ്ടാക്കി കുറെ ആൾക്കാർ. വേണ്ടാത്തരം സാധുക്കളായ ഇന്ത്യയിലെ ജനങ്ങളെ പിഴിഞ്ഞെടുത്തിട്ട് സ്വന്തം കാമുകിക്ക് വേണ്ടിയിട്ട് ശവകുടീരുണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഉപ്പാപ്പാരെ പൈസ എടുത്തിട്ടല്ല ഒന്നും ചെയ്തത്. വെറുതെ പണം മുടക്കിണ്ടാക്കിയതാ. വെറുതെ ആൾക്കാരത് നികുതി വിരിച്ചുണ്ടാക്കിയതാ. ഒക്കെ ആ ജാതി ഒരുപാട് വേണ്ടാത്തരം. അത് മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമാണ് ഈ പൊറുക്ക. ആ മുസ്ലിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ പിരിച്ചില്ലേനൊക്കെ. അതല്ല താജ്മഹലൊക്കെ. നിങ്ങളതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ വികാരം ഉണ്ടാവും. അതൊക്കെ നമ്മളൊരു സ്മാരകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനെ ഈ നിലക്കൊന്ന് വിശദീകരിച്ച് നോക്കൂ. എന്നിട്ട് എന്തേ പിന്നെ അറംഗസീബ് അതൊക്കെ പിടിച്ച് ജയിലിടാൻ കാരണം അറിയോ? പാപ്പാക്ക് വേറെ പൂരിന്റെ വരുന്നു. പിന്നെ ഒരു കറുത്തത് വെളുത്തത് തരുന്നത് ശരിയായില്ലാതെ പിന്നെ ബോധം. നോക്കൂ നിങ്ങൾ അള്ളാന്റെ ഒരു ബുദ്ധി. ആ തീരുമാനം ശരിക്ക് ദുഃഖത്തിന്റെ സ്മാരകമായി ഉണ്ടാക്കേണ്ടത് വെളുത്തതാണോ കറുത്തതാണോ? പക്ഷെ ഉണ്ടാക്കിയത് വെളുത്തതായിപ്പോയി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ, ഇത് ശരിയായില്ല, കറുത്ത് കൊണ്ടുണ്ടാക്കണം. തീരുമാനം ഉണ്ടാക്കി. ബാപ്പ കറുത്തത് ഉണ്ടാക്കിയാൽ ഇന്ത്യ ആകത്തോല, ഇന്ത്യയിലെ സാധാരണക്കാര് കഷ്ടപ്പെടുത്തുന്നത് ശരിയില്ല. അത് ഖുർആന് നിരക്കുന്നതല്ല. പടത്തോനോട് ഞാൻ തീരുമാനം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വാപ്പ തൽക്കാലം വിശ്രമിക്കൂ. അതാണ് അറങ്ങത്തിന്റെ തീരുമാനം. ശേഷത്തിന്റെ ആവശ്യമായിരുന്നു. ഇരിക്കട്ടെ, വേറെ വശമാണ്. അങ്ങനെ കുറെ വേണ്ടാത്തരങ്ങൾ ചെയ്തതിന് അനുഭാവം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് തിരിച്ചു വരും. ഒരു കാലത്ത് ആ കാലഘട്ടം തിരിച്ചു വരൂലേ? വരും. ഖുർആൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് അള്ളാന്റെ അവാർഷികമായ സഹായങ്ങളും പുസ്തകങ്ങളൊക്കെ ആ കാര്യത്തിലുണ്ടാവുന്നു. അപ്പൊ ആ ഒരു ബോധം അല്ലാതെ ഇങ്ങനെ മനസ്സ് ചടിച്ച് എന്താണ് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ റേഡിയോ വാർത്തയൊക്കെ വായിച്ച് കേട്ട് നോക്കിയാൽ ഒരു സ്ഥലത്ത് രക്ഷയില്ല. ഒരു സ്ഥലത്ത് വാർത്ത കേൾക്കാൻ തന്നെ ബേജാറാ. എല്ലായിടത്തും പ്രശ്നങ്ങൾ എങ്ങനെ. അത് നമ്മൾ സമാധാനിക്കേണ്ട കാര്യം തരാം. കുറെ കാലം നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടായപ്പോ നമ്മൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ഇത് മാറൂലേ? അത് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ഖുർആൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ ഈ സൂറത്തിന് പണി ചെയ്തിട്ടുണ്ടല്ലോ.
ഖുർആൻ വെല്ലുവിളിച്ചല്ല അവരോട്, ഖുർആന്റെ സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അവരതിന് തെരഞ്ഞെടുത്ത് ഈ സൂറത്താണല്ലോ. ഒരു സൂറത്ത് ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാലോ. അൽ ഫീലു മൽ ഫീൽ ഒമാ അദ്റാക്കമൽ ഫീൽ ലഹു ഖുർതൂമുൻ തവീൽ എന്ന് തുടങ്ങുന്ന കുറെ ആയത്തുകൾ അവരുണ്ടാക്കി. ഖുർആൻ വെല്ലുവിളിച്ചല്ലോ. നിങ്ങൾക്ക് ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ അവരതിന് തെരഞ്ഞെടുത്തത് ഏതാണെന്നറിയോ? ഏതാണ് ഈ സൂറത്ത് ഉറപ്പിച്ചിട്ട് അൽ ഫീൽ ആന, മൽ ഫീൽ ആന എന്താണ്, ഒമാ അദ്റാക്കമൽ ഫീൽ ആന എന്താണെന്ന് നിനക്കറിയാമോ, ലഹു ഖുർതൂമുൻ തവീൽ അതിന് നീണ്ടൊരു തുമ്പിക്കൈയുണ്ട് എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. ഈ സൂറത്തുൽ ഫീൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതൊന്ന് ഓർമ്മയിരിക്കുക. എന്താ പ്രശ്നം? ആ ആളുകളുടെ വിവരക്കേടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആനയെപ്പറ്റി വലിയ വിവരമില്ലാത്തവൻ ആനയെപ്പറ്റി സൂറത്തുണ്ടാക്കാൻ പോയാൽ എവിടെ എത്തുക? വേറെ എന്തിനെല്ലാം പറ്റിയ ആൾക്കാർക്ക് സൂറത്തുണ്ടാക്കാം? മക്കയിലൊരു മുസ്ലിക്കിന് വിവരക്കേടിന്റെ ഊക്ക് നോക്കി നിങ്ങള്. ആ ആൾക്കാർക്ക് അള്ള വെല്ലുവിളിച്ചപ്പോ ഉണ്ടാക്കാൻ തോന്നിയ ആനെ പറ്റിയാ. എന്നാ ഓൾക്ക് അതിനെപ്പറ്റി വല്ലതും ശരിക്കും പറയാൻ പറ്റുമോ? ഒരു കേരളക്കാരൻ ആനെ പറ്റി പറഞ്ഞാൽ ഇത്തിരി കൂടി വൃത്തിയായി പറയും. ഒരു അറബി ആനെ പറ്റി പറഞ്ഞാൽ എവിടെ എത്തൂല. പക്ഷെ അവർക്ക് തോന്നിയത് അത് ഉണ്ടാക്കാനാ. എന്നിട്ടോ ഖുർആനിൽ ആ സംഗതി പറഞ്ഞപ്പോൾ 5 ആയത്തുകളിലെങ്കിൽ ഒരു വലിയ സംഭവം വിശദീകരിച്ചു. അത് ചുരുക്കിണ്ട് വിശദീകരിച്ചു. എന്റെ ഇപ്പൊ ആൾക്കാർക്ക് കിട്ടാറുള്ളത് ആന എന്താണെന്ന് നിനക്കറിയാമോ? ഖുർആനെ ചോദിക്കൽ എപ്പോഴാണെന്നറിയോ? എന്താണെന്ന് നിനക്കറിയാമോ? മനസ്സിലാവുന്ന ഒരു കാര്യത്തിന് ആ കേട്ട അർത്ഥമല്ല ഉദ്ദേശിക്കുന്നില്ല. കാരിയ എന്ന് പറഞ്ഞാൽ വാതിൽ വന്ന് ഇങ്ങനെ മുട്ടാന്നൊക്കെ കറാന്നുള്ളതിന്റെ അർത്ഥം. അൽ കാരിയ ഇങ്ങനെ മുട്ടുന്നവൻ, മുട്ടുന്നത്. അപ്പൊ ആൾക്കാരോട് ചോദിച്ചാൽ മുട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും ആരോ വന്ന് മുട്ടിക്കണല്ല എന്താണ്. ആ അർത്ഥത്തിൽ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് അൽ കാരിയ വൽ കാരിയ മാദ്റാക്ക വൽ കാരിയ. മുട്ടനെന്താന്ന് മനസ്സിലായോ? ആ മുട്ട എന്ന് പറഞ്ഞാല് വാതിലിന് മുട്ടനല്ല, ഗോളങ്ങളൊക്കെ തമ്മിൽ മുട്ടിയിട്ട് ലോകം നശിക്കണ അർത്ഥാനാ ഞാൻ പറഞ്ഞത്, അല്ലാതെ വാതിലിന് മുട്ടനല്ല. അതവിടെ പറയേണ്ട കാര്യമുണ്ട്. കാരണം പിന്നാലെ പറഞ്ഞത് ലോകം നശിക്കണ മുട്ടല. മനുഷ്യന്മാരോട് വെറുതെ അറബിന്റെ അടുത്ത് മുട്ടൽ എന്താന്ന് അറിയാന്ന് വെച്ചാൽ അറിയും, ഇങ്ങനെ മുട്ടാന്നല്ലേന്ന് പറയും. അതുകൊണ്ട് ഖുർആൻ അത് ചോദിച്ചു, മുട്ടൽ എന്താന്ന് മനസ്സിലായോ? മനസ്സിലാക്കി തരാം എന്നതാന്ന് പറഞ്ഞിട്ട്. ആന എന്താന്ന് അറിയുന്നത് പിന്നെ ചോദിക്കാണ്ട്. പിന്നെ ഇപ്പോ കാര്യമായിട്ട് പറഞ്ഞത് അതിനൊരു തുമ്പിക്കൈ, നീളമുള്ള തുമ്പിക്കൈ ഉണ്ടെന്നാ. പിന്നെ എങ്ങനെയത് പൂർത്തിയാക്കേണ്ടതെന്ന് അറിയാതെ അവർ നടക്കുകയും ചെയ്തു. ഇതാണ് അവർക്ക് അവസരം ആ സാഹചര്യത്തിൽ ഉണ്ടായത്. ഇത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണോ ഖുർആന്റെ അമാനുഷികത? അവർ പണി പറഞ്ഞുതരാം. ദീദാത്ത് സംസാരത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമില്ലേ, ക്രിസ്ത്യാനികൾ വളരെ കാര്യമായിട്ട് മെനക്കെട്ടിരുന്നിട്ട് ബൈബിളിന്റെ അറബി ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയത് ഖുർആന്റെ തൂക്കപ്പിച്ചിട്ട് ദോഹ സ്റ്റേഷന് പാരലായിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് ആ സ്റ്റേഷൻ വരുന്നുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ റിയാദ് സ്റ്റേഷൻ ഓവർലാപ്പ് ചെയ്തിട്ട് അവരുടെ ആ സ്റ്റേഷൻ വരാണ്ട് ഖുർആൻ ഓതണമായിട്ട് ഇങ്ങനെ കേൾക്കാം. അതൊന്ന് കേട്ടുനോക്കണ്ടി. നിങ്ങൾക്ക് ഖുർആൻ വലിയ പരിചയമില്ലെങ്കിലും നിങ്ങളെ കേട്ടാ പറയുന്നത് ഖുർആനല്ല. ഖുർആൻ ഓതണമാതിരി ഓതുക. ഖുർആൻ ഓതുന്ന പോലെ, ഖുർആനാണെന്ന് കേട്ടാൽ തോന്നുന്ന പോലെ ബൈബിളിന്റെ അറബി ട്രാൻസ്ലേഷൻ വർഷങ്ങൾ കൊണ്ട് മെനക്കെട്ടുണ്ടാക്കിയെന്നാ പറഞ്ഞത്. കുറെ കൊല്ലിരുന്നല്ലേ അതിലിങ്ങനെ അള്ളാഹു യഅലമൂൻ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള അലീം, അള്ളാഹു അലീമിൻ അലിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ അവസാനിപ്പിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉള്ളത് പിന്നെ ബൈബിളിന്റെ ട്രാൻസ്ലേഷനാ. പക്ഷെ എന്തുണ്ട് അറിയോ? മനുഷ്യന്മാർ അറബി ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് ശരിക്ക് ബോധ്യപ്പെടുന്ന അപ്പോഴാ. നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഖുർആൻ കേൾക്കുമ്പോൾ എന്താ പറഞ്ഞത്, ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ കൊണ്ടെന്നാ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ? ശരിക്ക് മനസ്സിലാവുന്നു. വർഷങ്ങളോളം അറബി ഭാഷയിൽ അവഗാഹം നേടിയ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഒരു മതഗ്രന്ഥം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓതിയിട്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഖുർആനല്ല. അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഖുർആൻ എന്തോ പറയാനറിയില്ല. അത് വേഗം മനസ്സിലാവുന്നു. ഖുർആന്റെ അമാനുഷികതയ്ക്ക് നിങ്ങൾക്കത് പറഞ്ഞു വെച്ചെന്തിനാണെന്നറിയോ? അത് തുറന്നിക്കുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? ഖുർആനാണ് നീ അതുണ്ട്, അറബിയിലാണല്ലോ കേൾക്കുന്നത്. ഞാനത് പറയാൻ കാരണം നാട്ടിൽ നിന്ന് പലപ്പോഴും അത് പിന്നെ മക്കയിലെ നിദാവുൽ ഇസ്ലാമിന്റെ സ്റ്റേഷൻ തുറക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും വരാറ്. നിദാവുൽ ഇസ്ലാമിന്റെ ഖുർആന്റെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് മുകളിൽ കടന്നിട്ട് ഇങ്ങനെ കാണാൻ ഇതിങ്ങനെ കടന്നു വരുന്നു. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്റ്റേഷൻ വെറുതെ തുറന്നതാണ്. FM ഒരു സ്റ്റേഷൻ തുറന്നപ്പോ അതിൽ കാര്യമായിട്ട് ഖുർആന്റെ ലേശം കേട്ടതിന് ശേഷം പിന്നെ കാര്യമായിട്ട് കിട്ടിയത് ഇത് കാര്യമില്ല. പക്ഷെ കേട്ടപ്പോഴേ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും ഈ ക്രിസ്ത്യാനികളുടെ രസപ്രക്ഷേപണമല്ല പലതും പിന്നെ ആൾക്കാർ സംഭവം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ എടുത്ത് വെക്കല്. പ്രത്യേകിച്ച് നമ്മുടെ ഹോട്ടലുകാരൊക്കെ എപ്പോഴും തുറന്നിക്കുന്ന സ്റ്റേഷനാണല്ലോ അവർക്ക് ആവശ്യം. അതുകൊണ്ട് അതിങ്ങനെ വിടല് സാധാരണ ഇസ്ലാമിക ദീനിന് വേണ്ടി മൂപ്പരൊന്നും നടത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇത് നല്ല പ്രസിദ്ധീകരണം നടത്തലുണ്ട്. ആ കൂട്ടത്തിൽ ഇത് നോക്കിയിരിക്കാനാണ് സൂചിപ്പിച്ചതാ. അത് മനസ്സിലാക്കുന്നവർക്ക് ഈ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കിയത് ഖുർആനായിട്ട് അവർക്ക് എത്തൂല എന്നുള്ളത്. അത് ഇടക്കൊന്നൊരു കാര്യം മനസ്സിലാക്കിയത് മാത്രം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരോട് എന്റെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലയോ?
അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ സൂത്രങ്ങളും തന്ത്രങ്ങളും അള്ളാഹു പാഴാക്കുകയും വൃഥാവിലാക്കുകയും ചെയ്തില്ലയോ? വാർസൽ അലൈഹിം തൈറൻ നവാബിൽ, കൂട്ടം കൂട്ടമായി പക്ഷികളെ അള്ളാഹു അവർക്ക് നേരെ അയക്കുകയും ചെയ്തില്ലയോ? തെർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് ആ പക്ഷികൾ അവരെ എറിഞ്ഞിരുന്നു. അങ്ങനെ ഫജാലഹും കഅസ്ഫിൻ മഅ്കൂൽ, അവരെ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പുകൾ പോലെ ആക്കി തീർക്കുകയും ചെയ്തില്ലയോ? അള്ളാഹു അത് ചെയ്യാൻ കഴിവുറ്റവനാണ്. അള്ളാഹു അത് ചെയ്തു. കാരണം അള്ളാഹുവിന് അവിടെ പ്രത്യേകിച്ച് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ആ കഅബ അവിടെ നിലനിൽക്കണമെന്നും ആ കഅബയുടെ സമീപത്ത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടണമെന്നും ഈ ഇസ്ലാമിന്റെ ആദ്യത്തെ ആൾക്കാരായിട്ട് ആ നാട്ടുകാരായിത്തീരണമെന്നും അങ്ങനെ ഇസ്ലാമിന്റെ കേന്ദ്രമായി മക്ക ലോകാവസാനം വരെ ഇങ്ങനെ നിലനിന്നു പോകണമെന്നൊക്കെ ഉള്ള അള്ളാഹിന്റെ നേരത്തെ തീരുമാനം അത് നടപ്പിലാക്കിയതാണ്. അങ്ങനെ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ശക്തിയിൽ നമുക്ക് ഈ വിശ്വാസം വർദ്ധിക്കുകയും ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എന്റെ തീരുമാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതൊക്കെ നല്ലതായി ഭവിക്കണമേ, ആയിത്തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളും പാപങ്ങളും റബ്ബുൽ ആലിസത്തായ തമ്പുരാനെ നീ മാപ്പ് ചെയ്യുകയും പുറത്തിരിക്കുകയും ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ജനാബ് വൈദ്യങ്ങൾ അദ്ദേഹത്തിന്റെ അസുഖമായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ മറ്റന്നാൾ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. വളരെ വിഷമം പിടിച്ച പ്രയാസകരമായ എന്ന് പറയാവുന്ന ഗൗരവതരമായ ഒരു രോഗത്തിന് ഒരു ഓപ്പറേഷന് വിധേയമാകുകയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ പൂർണ്ണമായി വിജയപ്രദമാവുകയും അദ്ദേഹത്തിന്റെ കൊണ്ട് ദീനിനും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും നമുക്കുമൊക്കെ ഇനിയും പ്രയോജനങ്ങൾ ലഭിക്കാനുള്ള വിധി അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.